हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवनपुरेशन की जय ഓം ശ്രീ മാത്രേ നമഃ ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ ദേവി മഹാത്മ്യത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ഭക്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ജഗജ്ജനനി ഹംതേന സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ജഗജ്ജനനി രൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു മംഗളരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ദുർഗരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. ദുരിതേ സ്മൃതാ ഹർഷിഭീതിമശേഷജന്തു स्वस्थै स्मृतामतिमतीव शुभां ददासि दारिद्र्यदुःखभयहारिणि का त्वदन्या सर्वोपकारकरणाय सदा अर्थचित्ते. या देवी सर्वभूतेषु त्रिनेत्ररूपेण संस्थिता या देवी सर्वभूतेषु दरिद्रारूपेण संस्थिता नमस्तस्यै 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 नमो नमः. या देवी सर्वभूतेषु त्रिनेत्ररूपेण संस्थिता नमस्तस्यै 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 नमो नमः. शैलपुत्री ब्रह्मचारिणी चन्द्रघण्टा कूष्माण्डा स्कन्दमाता कात्यायनी कालरात्रि महागौरी सिद्धिदात्री. या देवी
आदिशक्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः 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 അമ്മയ്ക്ക് ഇന്ന് ലൈവ് കിട്ടി, സന്തോഷമായിരുന്നു. നമ്മുടെ രാജലക്ഷ്മി അമ്മ മെസ്സേജ് ഇട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. അമ്മയ്ക്ക് ലൈവ് കിട്ടാറില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ? സാരില്ല, ഇനി കിട്ടിക്കോളും. ഓക്കെ, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി അമ്മ, അപ്പോൾ ലൈവ് കൃത്യമായിട്ട് വരും. നോ നീഡ് ടു വറി. പിന്നെന്താ, എല്ലാവരും ഹാപ്പി അല്ലേ? ഇനി എന്താ പറയാനുള്ളത്? ഗുരുവായൂർ മഞ്ചരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 41 എന്ന നമ്പറിലേക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വാട്സപ്പ് ചെയ്ത് വെക്കുക. ഞാൻ സമയം പോലെ മെസ്സേജസ് നോക്കാം. നമ്മൾ നല്ല കുചേല ദിനം നന്നായി ആഘോഷിച്ചു. ഭഗവാന് എല്ലാവരും അവൽക്കിഴി സമർപ്പണമൊക്കെ ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ആ അവൽക്കിഴികളെല്ലാം തന്നെ തെരുവിലുള്ളവർക്കെല്ലാം പ്രസാദമായിട്ട് പോയി. അത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ഏറ്റവും വലിയ കാരുണ്യമാണ് ഭഗവത് പ്രസാദം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. കാരണം കോടാനുകോടി ജന്മങ്ങളുടെ, സാരില്ല ശ്രീകല മാതാജി, കോടാനുകോടി ജന്മങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന 1000 തെറ്റുകളുടെ പരിണിത ഫലമാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ. അപ്പോൾ ഈ ദുഃഖ ദുരിതങ്ങളും രോഗദാരിദ്ര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളാണ് അല്ലേ? അത് എന്താ പറയുക, വാക്കുകൾ കൊണ്ടാവാം, പ്രവൃത്തി കൊണ്ടാവാം, ചിന്തകൾ കൊണ്ടാവാം, എന്തെങ്കിലും എങ്ങനെങ്കിലുമൊക്കെ ആവാം. അങ്ങനെയുള്ള തെറ്റുകൾക്ക് എല്ലാം ഒരു മോചനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഭഗവാന്റെ കഥകൾ കേൾക്കുക, അതായത് സത്സംഗങ്ങൾ കേൾക്കുക, ഹരിനാമം ജപിക്കുക, ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കുക, ഒരു ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ പോവുക. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭഗവാന്റെ പ്രസാദം എല്ലാം സ്വീകരിക്കും അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ജീവാത്മാവിന് നമ്മൾ വഴി ഒരു ജീവാത്മാവിന് ഭഗവാന്റെ പ്രസാദം കൊടുക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയൊരു പുണ്യം വേറെ ഇല്ല. ഭഗവാന്റെ ആ മനോജേട്ടാ, ഭഗവാന്റെ ആ ഒരു പ്രസാദം അവർ സ്വീകരിക്കുന്നതോടുകൂടി അവരിലുള്ള ഒരുപാട് കോടി ജന്മങ്ങളുടെ ദുരിതങ്ങൾ മാറുകയാണ്. അങ്ങനെ ഒരു ജീവാത്മാവ്, ദുരിതത്തിൽ പെട്ടുകിടക്കുന്ന ഒരു ജീവാത്മാവ് ഭഗവാനിലേക്ക് എത്താൻ നമ്മൾ കാരണമാവുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു പുണ്യപ്രവൃത്തി എന്താ ഉള്ളത്? അപ്പോൾ നിരവധി പേര് മഞ്ചരീസിലൂടെ ഭഗവാന് കിച്ചൂട്ടന് അവൽക്കിഴി സമർപ്പണം നടത്തി. ആ അവൽക്കിഴി എല്ലാം തന്നെ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷം അടുത്ത ദിവസവും പിറ്റേ ദിവസവുമായിട്ട് അത് തെരുവിലുള്ള ഓരോരോ ജീവാത്മാക്കൾക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അല്ലേ? എല്ലാവരും ലൈവിലൂടെ കണ്ടു. അപ്പോൾ അത് അവരെല്ലാവരും സ്വീകരിച്ചു. എല്ലാവരും ആ ഒരു മഞ്ഞ തുണിയോടുകൂടി തന്നെ, ആ പട്ടോടുകൂടി തന്നെ ഭഗവാന് സമർപ്പിച്ചതിലുള്ള ആ അവില് അവരത് സ്വീകരിച്ചു. അവരുടെ ജീവിതത്തിൽ ഇനിയുള്ള ദുരിത കാലഘട്ടങ്ങളെല്ലാം മാറി അവർക്കൊരു മോക്ഷം ലഭിക്കാൻ നമ്മളൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് അല്ലെ? പലരും എന്നോട് ചോദിച്ചു, തെരുവിലുള്ളവര്, അതെന്താ ആ മഞ്ഞ തുണിയിലുള്ളത് എന്ന്. കാരണം അവർക്ക് അതേക്കുറിച്ച് പോലും അറിയില്ല. അപ്പൊ ഞാനത് കഥയും എല്ലാം പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അവർ ഭയങ്കര സന്തോഷമായി. അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ ഗുരുവായൂർ, ഇങ്ങനെ കേരളത്തിൽ ഗുരുവായൂരുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അവിടെ നിന്നുള്ള ആ ഭഗവാന്റെ കാരുണ്യത്തോടു കൂടി നമ്മൾക്ക് ആ പ്രസാദം തന്നത് അത് വലിയ അനുഗ്രഹമാണ്. ദോശ, ഇഡ്ഡലി, അത് അപ്പം ഇതെല്ലാം ചിലപ്പോൾ കടയിൽ കിട്ടും, ആരെങ്കിലുമൊക്കെ നിങ്ങളെ പോലെ കൊണ്ടുതരും. ഇനി ആരും തന്നില്ലേ, നിങ്ങൾ തരും, എല്ലാം ഓക്കെ. പക്ഷെ ഇങ്ങനെ ഒരു ഇത് നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ്. ഒരുപാട് സന്തോഷമാണ്. എനിക്ക് ഒത്തിരി, ഞങ്ങൾക്കെല്ലാം ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ചരീസിലൂടെ അവൽക്കിഴി സമർപ്പണം നടത്തിയ എല്ലാവരുടെയും തൃപ്പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാവട്ടെ. അതുപോലെ ഭഗവാനും കുചേലനുമായിട്ടുള്ള ഒരു വലിയ ആത്മബന്ധമാണ്. നമ്മുടെ ദാരിദ്ര്യങ്ങൾ തീരാ എന്ന ഒരു ഇന്റൻഷനിലല്ല നമ്മളത് സമർപ്പണം ചെയ്യുന്നത്. ആ ഒരു ആത്മബന്ധത്തിന്റെ തീവ്രത ഒരു വട്ടം കൂടി നമ്മളിലേക്കെല്ലാം നമ്മൾ സ്വയം നമ്മളിൽ തന്നെ ഉണർത്തുകയാണ് അല്ലെ? അപ്പൊ
അപ്പൊ അങ്ങനെയാണ്. പലരും പറയും ഇങ്ങനെ കുചേലനെ പോലെ നമ്മൾ അവല് സമർപ്പിച്ചാൽ നമ്മുടെ ദാരിദ്ര്യം മാറും എന്നൊക്കെ പറയും. നമ്മൾ അതൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്. ഭഗവാന്റെ സമക്ഷം ആ ഒരു ആത്മബന്ധം നമ്മൾ ഒന്നും കൂടെ മനസ്സാൽ സ്മരണ നടത്തുകയാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ആ അവൽക്കഴി സമർപ്പിച്ചത്. എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ട്. ഓക്കെ. പിന്നെ പലരും കുറച്ച് പേര് എന്നോട് ചോദിച്ചു, മാതാജി നമ്മൾ എല്ലാവരും ഓൾമോസ്റ്റ് ഇപ്പോൾ വെജിറ്റേറിയൻസ് ആയി, അപ്പം എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് മാതാജി പറഞ്ഞു തരികയാണെങ്കിൽ ഉപകാരമാവും. ലൈവിലൂടെ നേരത്തെ പറഞ്ഞു തരാറുണ്ടായിരുന്നു എന്ന്. ശരിയാണ്, ഇപ്പൊ സമയക്കുറവ് കൊണ്ടാണ് പലതും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ ഇരിക്കുന്നത്. ക്ഷമിക്കുക. ഇപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞ് റെസിപ്പി പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയുന്നതായിരിക്കും ഇത്, എങ്കിലും പറഞ്ഞു തരാം. സോയ അല്ലെങ്കിൽ പനീർ. ഇനി പനീറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാൽ, നമ്മൾ ആരും ഉള്ളി, വെളുത്തുള്ളി, സവാള ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുക. വളരെ ചെറിയ ഒരു ഇതാണേ, കുട്ടി റെസിപ്പിയാണ്. നാളെ മുതൽ കുറച്ചും കൂടി നല്ല നല്ല റെസിപ്പീസ് ഞാൻ നോക്കി വെച്ചിട്ട് പറഞ്ഞുതരാം. ചെറിയ സോയ വാങ്ങാൻ ശ്രമിക്കുക. വലിയ സോയ ആകുമ്പോൾ നമ്മളത് ഇങ്ങനെ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അത് കട്ട് ചെയ്യേണ്ടി വരും. അതിലും ഭേദം കുട്ടി സോയ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു അരമണിക്കൂറോ ഒരു 3/4 മണിക്കൂറോ ഒന്ന് കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുറച്ചൊന്ന് ലൂസാവും, വീർത്ത് വരും. എല്ലാവർക്കും അറിയാലോ. അതിനുശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, 2-3 കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, നമുക്ക് കുറച്ച് എരിവ് വേണം എന്നുള്ളവർക്ക് 2 പച്ചമുളക്, ഒരു വലിയൊരു തക്കാളി, പഴുത്ത തക്കാളി, നല്ല പഴുത്ത തക്കാളിയും കൂടി ഇട്ടിട്ട് കുറച്ച് എന്താ പറയുക, ആവശ്യത്തിന് നമ്മൾ ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം മിക്സിയിൽ അടിക്കുക. അടിച്ചിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിലായി കഴിഞ്ഞാൽ ഈ പിഴിഞ്ഞ് വെച്ച കുട്ടി കുട്ടി സോയ അല്ലേ, അത് ഇതിലേക്ക് ഇടുക. ഈ സോയ ഇതിലേക്ക് ഇട്ടിട്ട് അത് കുറച്ചൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് നേരെ സെറ്റാവും. സെറ്റായതിന് ശേഷം എന്ത് ചെയ്യാന്ന് ഓർത്ത് കഴിഞ്ഞാൽ, ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയോ നിങ്ങൾ എന്ത് കുക്കിംഗ് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ കുക്കിംഗ് ഓയിൽ അതിൽ ഒഴിച്ചതിന് ശേഷം, ഞാൻ കൂടുതലും കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യാറ്. അപ്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2 ഏലക്ക, 1-2 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് പട്ട, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കുരുമുളക്, മുഴുവൻ കുരുമുളക് പൊടിയല്ല കേട്ടോ, അതിലൊരു 2-3 കുരുമുളക്, ഒരു 2-3 ഉണക്കമുളക് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് അതിലേക്ക് ഇടുക. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് സിമ്മിൽ സ്റ്റൗ വെച്ചതിന് ശേഷം ഒന്ന് അത് ഫ്രൈ ആക്കി എടുക്കുക. ജസ്റ്റ് ഒരു 1 സെക്കൻഡിൽ അതൊന്ന് കളർ മാറി വരുമ്പോഴേക്കും ഈ എടുത്തിരിക്കുന്ന സോയ അതിലേക്ക് ഇടുക. ഓക്കെ. നമ്മൾ ഈ പേസ്റ്റ് ചെയ്ത് വെച്ച സോയ എടുത്തിട്ട് അതിലേക്ക് ഇടുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് അത് സിമ്മിൽ വെച്ചിട്ട് അവിടെ അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ അതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും സോയ വെന്ത് ഈ സ്പൈസസിൻ്റെ സ്മെല്ലെല്ലാം കൂടെ ഇതിലേക്ക് സ്പ്രെഡായി നല്ല ഒരു ടേസ്റ്റിലേക്ക് വരും. പിന്നെ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് കിട്ടണം എന്നുള്ളവരാണെങ്കിൽ അത് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ കരിഞ്ഞ് വരുമ്പം അതോടുകൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റിൽ നേരെ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, കുറച്ച് കുരുമുളക് പൊടി വിതറിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഒരു സൈഡ് ഡിഷ് നിങ്ങൾക്ക് കിട്ടും. ഉള്ളിയില്ല, വെളുത്തുള്ളിയില്ല, ഒന്നുമില്ല. ആവശ്യാനുസരണം നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇത് പച്ചമുളകോ അല്ലെങ്കിൽ പച്ചമുളക് പേസ്റ്റോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് ചെയ്യാം. ഇനി ഇത് പേസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് കട്ട തൈരും കൂടെ വെച്ച് അത് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. നല്ല തൈര് എടുത്തിട്ട് തൈര് അതിൽ ഒന്നും കൂടെ കുഴച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ഒന്നും കൂടെ മാറിക്കിട്ടും. ഇനി ഇതെല്ലാം ഒരു സെമി ഗ്രേവിയിൽ മതിയെങ്കിൽ കുറച്ച് ഒരു തക്കാളിയും കൂടെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ, തൈര് ഒഴിവാക്കിയിട്ട് ഒരു തക്കാളിയും കൂടെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ അത് സെമി ഗ്രേവിയായി. ഫുഡ് കളേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത്, അല്ലാതെ സെമി ഗ്രേവി ആയിട്ട് കിട്ടും. അത് മാത്രം മതി ചോറിങ്ങനെ കുഴച്ച് തിന്നാൻ. ഓക്കെ. അപ്പോൾ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാളെ മുതൽ ഒന്നൊന്നായിട്ട് റെസിപ്പി പറഞ്ഞുതരാം. ഇനി എളുപ്പത്തിലൊരു മോരുകറി ഉണ്ടാക്കണം എന്നാണെങ്കിലും തൈര് എടുക്കുക, മിക്സിയിൽ അടിക്കുക, നേരെ ചീനച്ചട്ടി വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് ഉലുവ, ചെറിയ ജീരകം, ഉണക്കമുളക് ഇത്രയും അതിലേക്ക് ഇടുക. ഓക്കെ. ഉണക്കമുളകും കൂടി ഇട്ടതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടെ ഈ എണ്ണയിലേക്ക് ഒഴിച്ചതിന് ശേഷം അതെടുത്തിട്ട് നേരെ ഈ തൈരുണ്ടല്ലോ, നമ്മൾ അടിച്ചു വെച്ച തൈര് അതിലേക്ക് ഒഴിച്ചാൽ മതി. അത് പക്ഷേ നിങ്ങൾ രാവിലെ ചെയ്ത് വെച്ചാൽ ഉച്ചക്കലത്തേക്ക് നമ്മൾ അധികം മഞ്ഞപ്പൊടി ഒന്നും ഇടണ്ട, ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. ഉച്ചക്കത്തേക്ക് അത് നല്ല മോര് കാച്ചിയതായിട്ട് നല്ല മഞ്ഞ കളറിൽ ഉണ്ടാവും.
നമ്മൾ അയ്യോ ആയില്ല, മഞ്ഞ കളർ ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മഞ്ഞപ്പൊടിയൊന്നും വലിച്ചു വാരിയിടണ്ട. ഒരു നുള്ളു മഞ്ഞപ്പൊടി എണ്ണയിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി ഉടനെ നോക്കുകയാണെങ്കിൽ വെള്ള കളറായിട്ട് തന്നെ കിടക്കും. പക്ഷെ ഉച്ചയാകുമ്പോഴേക്കും, കഴിക്കാൻ സമയമാകുമ്പോഴേക്കും നല്ല മഞ്ഞ കളറായിട്ടുണ്ടാവും, നല്ല തിക്കായിട്ടുണ്ടാവും. ഒരിക്കലും തൈര്, ഞാൻ മിൽക്ക് മിസ്റ്റിൻ്റെ തൈരാണ് എടുക്കാറ്. ഇവിടെ ചെന്നൈയിൽ എനിക്ക് നാടൻ തൈര് കിട്ടാൻ പ്രയാസമാണ്, മിൽക്ക് മിസ്റ്റിൻ്റെയാണ് വാങ്ങിക്കുക. അപ്പോൾ അത് മിക്സിയിൽ അടിച്ചാൽ തന്നെ, വെള്ളം ഒന്നും ചേർക്കേണ്ട, മിക്സിയിൽ അടിച്ചാൽ തന്നെ ലൂസായിട്ട് കിട്ടും. ഒന്ന് ജസ്റ്റ് ഒന്ന് കിറുക്കിറുന്നിങ്ങനെ ആക്കിയാൽ മതി, അപ്പോഴേക്കും അത് അടിഞ്ഞ് കിട്ടും. ഓക്കെ, എന്നിട്ട് ഇതങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം ഉച്ചയാകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡായിട്ട് ഒരു നാളികേര അരപ്പോ ഒന്നും ഇല്ലാതെ സ്പീഡായിട്ട് ഒരു മോര് കാച്ചിയത് കിട്ടും. മോര് കാച്ചിയതും സോയാ ഫ്രൈയും കൂടി ആണെങ്കിൽ അന്നത്തെ കാര്യം ഓക്കെ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കണ്ണിമാങ്ങ അച്ചാറും ഒരു ബീട്രൂട്ട് തോരനുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ലഞ്ച് കുശാലായി. ഓക്കെ, അപ്പോൾ കൊതിയാവുന്നു. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിന് ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാകുമ്പം എളുപ്പമാണല്ലോ നമുക്ക് എന്തെങ്കിലും ഒരെണ്ണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ. അതിന് സിമ്പിൾ റെസിപ്പീസ് ഞാൻ നിങ്ങൾക്ക് നാളെ മുതൽ ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഹരേ കൃഷ്ണ. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ മസാല നിങ്ങൾക്ക് പനീറിലും യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞെന്ന സോയ മസാല പനീറിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പനീറിൽ ഇതിങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, പനീർ വാങ്ങിക്കഴിയുമ്പോൾ ക്യൂബ് പനീർ കിട്ടുകയാണെങ്കിൽ അതെല്ലാം കുറച്ച് വലുതാണെങ്കിൽ ഇങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ കുത്തി കുത്തി ഉടച്ചാൽ മതി. എന്നിട്ട് അത് പനീറിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ പനീർ പെട്ടെന്ന് വേഗം. പക്ഷേ എന്നാലും കുറച്ച് സമയം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം, എന്നിട്ടാണ് അത് ശരിയാവുക. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ നല്ല കുരുമുളക് ഒരിക്കലും പൊടിച്ചത് വാങ്ങരുത്, പൊടിച്ച് വെക്കും ചെയ്യരുത്, അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും. കുരുമുളക് എപ്പോഴും ഫുള്ളായിട്ടുള്ള കുരുമുളക് വാങ്ങി ഡബ്ബയിൽ അടച്ചു വെക്കുക. നമ്മളത് യൂസ് ചെയ്യുന്നതിൻ്റെ അതെ, ഒരു കലം ചോറ് കാലിയാവും. ഇപ്പം 2 കറിയായി. കുരുമുളക് നമ്മളെപ്പോഴും ആവശ്യത്തിന് മാത്രം മിക്സിയിൽ പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറുകയാണെങ്കിൽ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരിക്കലും പൊടി വാങ്ങരുത്, പൊടി അത്രയ്ക്ക് ഞാനത് യൂസ് ചെയ്യാറില്ല. നമ്മൾ ആവശ്യത്തിന് കുരുമുളക് എന്താ ചെയ്യാറ്, ആവശ്യത്തിന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ മുതൽ പുതിയ പുതിയ റെസിപ്പീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. യൂസ് ചെയ്ത് നോക്കൂ, പെട്ടെന്ന് നമുക്ക് കിച്ചണിൽ നിന്ന് വേഗം പുറത്ത് വരാൻ പറ്റും. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും നന്നായി ഭക്ഷണമൊക്കെ കഴിക്കുക. കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് എനിക്കിപ്പോൾ വലിയ ഐഡിയ ഇല്ല. ഇവിടെ ചെന്നൈയിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു. അന്നദാനം ഇനിയും നമുക്ക് കൊടുക്കാനുണ്ട്. പിന്നെ പ്രത്യേകം ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. ജാനുവരി 1-ന് പുതുവർഷത്തിൽ 2026 ജാനുവരി 1-ാം തീയതി തന്നെ നമ്മൾ ഒരു 51 ബെഡ്ഷീറ്റ് തെരുവിലുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ലൈവിൽ കണ്ടു കാണും. അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തത്. അത് കാരണം കുറച്ച് പേർക്ക്, നമ്മളൊരു 51 പേർക്ക് തെരുവിലുള്ളവർക്ക് നമ്മൾ ബെഡ്ഷീറ്റ് കൊടുക്കുന്നുണ്ട്. ലൈവ് കാണാൻ മറക്കരുത്. ഓക്കെ, മറ്റ് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പിന്നെ ഗീതാദാനം തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഗീത ആവശ്യമുള്ള ഒരുപാട് പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം തിങ്കളാഴ്ച ഗീത നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഗീത തന്നവരുടെ പേരും കൊടുത്തവരുടെ പേരും കൃത്യമായി ഗ്രൂപ്പിൽ ഫോൺ നമ്പർ അടക്കം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അയച്ച് 3 ദിവസം കഴിയുമ്പം വിളിച്ച് കൺഫേം ചെയ്യുക, നിങ്ങൾക്ക് നമ്മൾ തന്ന ഗീത ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് തന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ദേവി മഹാത്മ്യം സ്റ്റാർട്ട് ചെയ്യാം. ദേവി മഹാത്മ്യത്തിൽ നമ്മൾ ഇനി പഠിക്കേണ്ട അധ്യായം ഏതാണെന്ന് പറയൂ. എത്ര പേർക്ക് ഓർമ്മയുണ്ട് നോക്കട്ടെ. ഭഗവാന്റെ പ്ലേറ്റ് അല്ലേ ബിന്ദുമ്മ? ശരിയാണോ? ചെയ്യാൻ പാടില്ല. ദേവി മഹാത്മ്യത്തിൽ നമ്മൾ ഇനി ഏതാണ് അധ്യായം, എത്രാമത്തെ അധ്യായം പഠിക്കാൻ പോണേ? നല്ല തണുപ്പാണ്. രുക്മ മാതാജി കുറേ നാൾ തണുപ്പിൽ നിൽക്കില്ല. ഏത് അധ്യായമാണ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? ആർക്കും ഓർമ്മയില്ല? ഞാൻ ക്ലാസ് എടുക്കുന്നത് വെറുതെ ആയി പോവോ? ഇല്ല, അച്ഛൻ്റെ കാലിന് കുറച്ച് വേദനയുണ്ട്. അച്ഛൻ വീട്ടിലുണ്ട്. ലച്ചു അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഇട്ടിട്ട് ആഘോഷം തുടങ്ങി. ഉത്സവത്തിന് പോവും, എല്ലാവരും പോവും. എനിക്ക് ഇവിടെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. രാത്രി നല്ല തണുപ്പ്, പകൽ ചൂട്. ഓഹോ, ഓക്കെ. ഇപ്പോൾ നമ്മൾ 2-ാമത്തെ അധ്യായം, മധ്യമചരിതം. കറക്റ്റ്. അപ്പോൾ നമ്മൾ ഇനി ദേവി മഹാത്മ്യത്തിൽ മധ്യമചരിതമാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിൽ വരുന്നതിനേക്കാളും മുമ്പേ എല്ലാവരും കവചം വായിച്ചോ? കവചം ഇല്ല അല്ലേ? പലരുടെയും കയ്യിൽ ദേവി മഹാത്മ്യം ഇല്ല. അതുകൊണ്ട് മഹാത്മ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഞാൻ അതും കൂടെ കൂട്ടത്തിൽ വെച്ച് അയച്ചു തരാം കേട്ടോ. ദേവി മഹാത്മ്യം ആവശ്യമുള്ളൊരു മെസ്സേജ് ഇടുക, ഞാൻ അയച്ചു തരാം.
പ്രഥമ പഠിച്ചു. ഇനി ഷെറിൻ, ഇനി മധ്യമചരിതം. ഓക്കെ, മധ്യമചരിതത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ്വിതീയോധ്യായ എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ദേവി മഹാത്മ്യം ഞാൻ പതുക്കെ പതുക്കെയാണ് എടുത്തു പോകുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. 2ാമത്തെ അധ്യായമാണ് പഠിക്കാൻ പോകുന്നത്. മധ്യമചരിതസ്യ വിഷ്ണു ഋഷി മഹാലക്ഷ്മി ദേവത ഉഷ്ണിച്ഛന്ദഃ ശാകംപരി ശക്തി ദുർഗാ ബീജം വായു തത്വം യജുർവേദ സ്വരൂപം മഹാലക്ഷ്മി പ്രീത്യർത്ഥേ അർത്ഥാർത്ഥേ ജപേ വിനിയോഗ. ഇതാണ് 2ാമത്തെ അധ്യായത്തിൽ ഫസ്റ്റ് വരുന്ന 5 ശ്ലോകങ്ങളെ. ഇത് ഞാൻ നിർത്തി വായിച്ചു തന്നത് നിങ്ങൾക്ക് ദേവി മഹാത്മ്യം കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ. ലാലി മാതാജി എനിക്ക് പറഞ്ഞിരുന്നു മഹാത്മ്യം ഇല്ല എന്ന്. ഞാൻ അയച്ചുതരാം, തിങ്കളാഴ്ച അയച്ചുതരാം കേട്ടോ. ഇനി ആർക്കെങ്കിലും ദേവി മഹാത്മ്യം ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് കുറവാണ്, ആവശ്യക്കാർ മെസ്സേജ് ഇട്ടാൽ വലിയ അക്ഷരത്തിലുള്ള ദേവി മഹാത്മ്യം ശ്ലോകത്തിന്റെ ബുക്ക് അയച്ചുതരാം. ദിവസവും കംപ്ലീറ്റ് ഈ 13 വായിക്കാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കവചമെങ്കിലും വായിച്ചിട്ട് പോവുക. കവചം രക്ഷയാണ്, അറിയാലോ കവചത്തിന്റെ ഇമ്പോർട്ടൻസ്. കവചമെങ്കിലും വായിച്ചിട്ട് പോകണം. ഓക്കെ, ഇനി നമ്മൾ ധ്യാനത്തിലേക്കാണ് പോകുന്നത്. സൂപ്പർ അശ്വതി, ധ്യാനം കേൾക്കുക. അക്ഷസ്രക് പരശും ഗതേഷു കുലീശം പത്മം ധനുകുണ്ടികാം ദണ്ഡം ശക്തിമസീം ച ചർമ്മ ജലജം ഗണ്ഡാം സുരാഭാജനം ശൂലം പാശസുദർശനേ ച ദദതീം ഹസ്തൈ പ്രസന്നാനനാം സേവേ സൈരിഭമർദിനീമീഹ മഹാലക്ഷ്മീം സരോജസ്ഥിതാം. എന്ന് വെച്ചാല് അക്ഷമാല, ദേവിയുടെ കൈകളിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അക്ഷമാല, പരശു, ഗദ, ഗദേഷു കുലിശം എന്നാണ് പറയുന്നത്. അതുപോലെ ഗദ, കുലിശം, പത്മം ധനുകുണ്ടികാം, അതായത് പത്മം, ചാപം, ജലപാത്രം, ദണ്ഡം ശക്തിമസീം ച ചർമ്മ, അതായത് ദണ്ഡ്, ശക്തി, വാള്, പരിച, ശംഖ്, മണി, സുരാപാത്രം, സുരാഭാജനം, ഗണ്ഡാം, ഗണ്ഡം എന്ന് പറഞ്ഞാൽ മണി, സുരാഭാജനം. ഇത്രയും കാര്യങ്ങള് എന്താണ് ദേവിയുടെ കൈകള് ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ സുരാപാത്രം, ശൂലം, കയറ്, സുദർശന ചക്രം, പാശ സുദർശനേ, പാശം എന്ന് പറഞ്ഞാല് കയറ്, പാശ സുദർശനേ. അപ്പൊ ദേവിയുടെ കയ്യില് സുദർശനവും ഉണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? പാശ സുദർശനേ. ഇത് കൊഞ്ചം പാരുടാ, ഓഫ് ആയിരിക്കും. அது ஒரு எல்லோ கலர் லைட் எரியும், அது மட்டும் கொஞ்சம் பாரு. இந்த அம்மா எல்லோ நோண்டி விட்டுட்டேன். அங்கே ப்ரெஸ் பண்ணால் கூட ரெடி ஆகிடும் போல இருக்கு. இதுக்கு பின்னாடி ஒரு லைட் எரியும், அது கொஞ்சம் நல்லா ஸ்டெப் பண்ணி போட்டோம். இதில் வருது எலக்ட்ரிசிட்டி வருது, இதுக்கு பின்னாடி தான் வரணும். எரியுதா லைட்டு? லைட் எரிஞ்சால் தான் அது சார்ஜ் வரும். சார்ஜ் இல்லை. ஆமாம், இது வேறு அடாப்டர் கூட குத்தி பாருடா, வேறு அடாப்டர் എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സുദർശന ചക്രത്തോട് കൂടിയവളും മഹിഷാസുരനെ കൊല്ലുന്നവളും താമരയിൽ ഇരിക്കുന്നവളുമായ മഹാലക്ഷ്മിയെ നമ്മൾ വന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. ദേവിയുടെ കയ്യില് അക്ഷമാല, പരശു, ഗദ, ശരം, കുലിശം, പത്മം, ചാപം, ജലപാത്രം, ദണ്ഡ്, ശക്തി, വാള്, പരിച, ശംഖ്, മണി, സുരാപാത്രം, ശൂലം, കയറ്, സുദർശന ചക്രം, ഒപ്പം ഇതെല്ലാം കയ്യിൽ ധരിച്ചിട്ട് പ്രസന്നമായ മുഖത്തോടു കൂടി, ദേവിയുടെ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കും, പ്രസന്നമായ മുഖത്തോടു കൂടി അങ്ങനെ ഇരിക്കുന്ന ദേവിയെ, മഹിഷാസുരനെ കൊല്ലുന്നവളായിരിക്കുന്ന ദേവിയെ, താമരയിൽ ഇരിക്കുന്നവളായിരിക്കുന്ന മഹാലക്ഷ്മിയെ ഞാൻ വന്ദിക്കുന്നു. ഇതാണ് ധ്യാനത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓം ഹ്രീം ഋഷി വാച, ഋഷി പറഞ്ഞു. ഋഷി എന്താ പറഞ്ഞിരിക്കുന്നത്? ദേവാസുരമദ്യുഗ്ധ്യം പൂർണ്ണമവശബ്ദശം പൂർണ്ണമദശതം പുരാ മഹിഷേ സുരാണമധിപേ ദേവാനാം ച പുരന്തരേ എന്ന് പറയുന്നുണ്ട്. അതായത് പണ്ട് ദേവേന്ദ്രൻ ദേവാസുര മദ്യുദ്യുതം, അതായത് ദേവേന്ദ്രൻ ദേവന്മാർക്ക്
അധിപനും മഹിഷാസുരൻ അസുരന്മാർക്കും അധിപനായിരുന്ന കാലത്ത് ദേവേന്ദ്രൻ ദേവന്മാർക്ക് അധിപനായിരുന്നു, മഹിഷാസുരൻ അസുരന്മാർക്ക് അധിപനായിരുന്നു. ഓക്കെ, ആ കാലത്ത് ദേവന്മാരും അസുരന്മാരും തമ്മിൽ 100 വർഷത്തെ യുദ്ധമുണ്ടായി. മനസ്സിലായോ? ദേവന്മാരുടെ അധിപൻ ആരായിരുന്നു? ദേവേന്ദ്രൻ. അസുരന്മാരുടെ അധിപൻ ആരായിരുന്നു? മഹിഷാസുരൻ. ആ കാലത്ത് അവർ തമ്മില് 100 വർഷത്തെ യുദ്ധമുണ്ടായപ്പോ തത്രാസുരൈർ മഹാവീരൈർ ദേവസൈന്യം പരാജിതം ജിത്വാച സകലാൻ ദേവാനിന്ദോ മഹിഷാസുര എന്ന് പറയുന്നു. അപ്പോ പരാക്രമികളായിരിക്കുന്ന അസുരന്മാർ ആ യുദ്ധത്തിൽ എന്താ ചെയ്തത്? ദേവന്മാരെ പരാജയപ്പെടുത്തി കളഞ്ഞു. അസുരന്മാര് ദേവന്മാരെ പരാജയപ്പെടുത്തി കളഞ്ഞു. അപ്പൊ മഹിഷാസുരൻ എന്ത് ചെയ്തു? എല്ലാ ദേവന്മാരെയും ജയിച്ചിട്ട് സ്വയം ഇന്ദ്രനായി മാറിയിരിക്കുകയാണ്. ഇന്ദ്രന്റെ സ്ഥാനം എല്ലാം മഹിഷാസുരൻ എടുത്തു. ദേവന്മാരെ എല്ലാം പരാജയപ്പെടുത്തി 100 വർഷം യുദ്ധം ചെയ്തിട്ട്. എന്നിട്ട് മഹിഷാസുരൻ ഇന്ദ്രലോകം എല്ലാം പിടിച്ചടക്കിയിട്ട് മഹിഷാസുരൻ എന്ത് ചെയ്തു? ദേവന്മാരുടെ എല്ലാവരുടെയും ഇന്ദ്രനായിട്ട് സ്വയം ഇന്ദ്രനായി തീർന്നു. ആ പദവി മഹിഷാസുരൻ ഏറ്റെടുത്തു. ഇനിയോ തതപരാജിതാ ദേവാ പത്മയോനിം പ്രജാപതിം പുരസ്കൃത്യ ഗതാസ്തത്ര യത്രേഷ ഗരുഡധ്വജ എന്ന് വെച്ചാല് പരാജയപ്പെട്ട ദേവന്മാരെല്ലാവരും തോറ്റുപോയി അല്ലേ? അപ്പൊ പരാജയപ്പെട്ട ദേവന്മാർ എന്തു ചെയ്തു? ബ്രഹ്മാവിനെ നേതാവാക്കിയിട്ട് പരമശിവനും വിഷ്ണുവും ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. നേരെ പോയിട്ട് ദേവന്മാര് എല്ലാവരും തോറ്റുപോയത് കാരണം നേരെ എന്ത് ചെയ്തു? ബ്രഹ്മാവിനെ എന്ത് ചെയ്തു? നേതാവാക്കി ഈ ദേവന്മാരെല്ലാരും കൂടെ ചേർന്നിട്ട്. എന്നിട്ടോ മഹാദേവനും വിഷ്ണു ഇരിക്കുന്ന സ്ഥലത്തേക്ക് ബ്രഹ്മദേവനെയും കൂട്ടിയിട്ട് പോയി. യഥാവൃത്തം തയോസ്തദ്വ മഹിഷാസുര ചേഷ്ടിതം ത്രിദശ കഥയാമാസുർ ദേവാഭിഭവ വിസ്തരം. അതായത് ദേവന്മാര് നേരെ എന്ത് ചെയ്തു? മഹിഷാസുരന്റെ പ്രവർത്തികളെയും മഹിഷാസുരൻ ദേവന്മാരോട് ചെയ്ത ദുഷ്ടത്തരത്തെയും ദേവന്മാർക്കുണ്ടായ അപമാനത്തെയും തോൽവിയെയും കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എന്ത് ചെയ്തു? ദേവന്മാര് നേരെ പോയിട്ട് മഹാദേവനോടും മഹാവിഷ്ണുവിനോടും പറയാണ്. ബ്രഹ്മദേവനെയും കൂട്ടിയിട്ടാണ് പോയത്. എന്നിട്ട് ഈ മഹിഷാസുരൻ ചെയ്ത എല്ലാ ദ്രോഹങ്ങളെയും കുറിച്ചിട്ട് മഹാദേവനോടും മഹാവിഷ്ണുവിനോടും ദേവന്മാര് പറഞ്ഞു. സൂര്യേന്ദ്രാജ്ഞ നിലേന്ദുനാം യമസ്യ വരുണസ്യ ച അന്വേഷാം ചാധികാരാൻ സ്വയമേവാധിഷ്ഠതി. അതായത് സൂര്യൻ, ഇന്ദ്രൻ, അഗ്നി, വായു, ചന്ദ്രൻ, വരുണൻ, യമൻ തുടങ്ങിയ എല്ലാ ദേവന്മാരുടെയും അധികാരങ്ങളെ ഈ മഹിഷാസുരൻ സ്വയം ഏറ്റെടുക്കുകയാണ്. ദേവലോകം എല്ലാം പിടിച്ചടക്കിയിട്ട് മഹിഷാസുരൻ ദേവന്മാരെ എല്ലാം തോൽപ്പിച്ചിട്ട് സൂര്യൻ ചെയ്യേണ്ട അധികാരം, ഇന്ദ്രൻ ചെയ്യേണ്ട അധികാരം, അഗ്നി ചെയ്യേണ്ട അധികാരം, വായു ചെയ്യേണ്ട അധികാരം, ചന്ദ്രൻ, വരുണൻ, യമൻ, ഇങ്ങനെ ഈ ദേവന്മാരെല്ലാം ചെയ്യേണ്ട അധികാരങ്ങളെ എല്ലാം തന്നെ മഹിഷാസുരൻ പിടിച്ചടക്കിയിട്ട് സ്വയം ഇന്ദ്രൻ എന്ന ഭാവത്തിൽ മഹിഷാസുരൻ ഇരിക്കുകയാണ്. സ്വർഗാ നിരാകൃത സർവേ ദേവഗണാ ഭുവി വിചരന്തി യഥാമർത്യ മഹിഷേണ ദുരാത്മന. എന്നാല് ദേവഗണങ്ങളെ എല്ലാം തന്നെ, അതായത് ഈ ദേവന്മാരെ എല്ലാം തന്നെ ദുഷ്ടനായ മഹിഷാസുരൻ എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടു കളഞ്ഞു. ഈ മഹിഷാസുരൻ ദേവന്മാരെ എല്ലാവരെയും സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നിട്ടോ അവരെന്ത് ചെയ്തു? മനുഷ്യരെ പോലെ ഈ ദേവന്മാരെല്ലാവരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നപ്പോ വെറും സാധാ ഒരു മനുഷ്യന്മാരെ പോലെ ഈ ഭൂലോകത്ത് ഇങ്ങനെ അലയാൻ തുടങ്ങി ദേവന്മാര്. അവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. കാരണം മഹിഷാസുരൻ അവരുടെ അധികാരങ്ങളെയും സ്ഥാനമാനങ്ങളെയും എല്ലാം പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ മഹിഷാസുരൻ ഇവരെ എല്ലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ഇവര് ദേവന്മാരെല്ലാവരും മനുഷ്യരെ പോലെ ഭൂലോകത്തിൽ അലയാൻ തുടങ്ങി എന്നാ പറയുന്നത്. ഏതത്വ കഥിതം സർവമരാരി ചേഷ്ടിതം ശരണം ച പ്രപന്നാസ്മോ വധസ്തസ്യ വിചിന്യതാം എന്ന് വെച്ചാല് ഞങ്ങൾക്കെതിരെയുള്ള, അതായത് ദേവന്മാർക്കെതിരെയുള്ള മഹിഷാസുരന്റെ പ്രവർത്തികളെ എല്ലാം തന്നെ എന്താ ചെയ്തത്? വളരെയധികം ദുരിതമാണ് ചെയ്യുന്നത് അല്ലേ മഹിഷാസുരൻ. അപ്പോ ഈ ദേവന്മാർക്കെതിരെയുള്ള മഹിഷാസുരന്റെ പ്രവർത്തികളെ എല്ലാം തന്നെ ദേവന്മാര് മഹാദേവനോടും
മഹാവിഷ്ണുവിനോടും പറഞ്ഞു കഴിഞ്ഞു, ഇത്രയും ദുരിതം ഞങ്ങളോട് ചെയ്തു, ഞങ്ങളുടെ സ്ഥാനമാനങ്ങള്, ഞങ്ങളുടെ സ്ഥലം എല്ലാം ഇവർ കൊണ്ടുപോയി ഞങ്ങളെ തോൽപ്പിച്ചു, മഹിഷാസുരൻ ഞങ്ങളെ അനാഥകളെ പോലെ ആക്കി തീർത്തു, ഞങ്ങൾ എല്ലാവരും അവിടുത്തെ ശരണമടയുകയാണ്, അയാളെ എങ്ങനെ വധിക്കാമെന്ന് ചിന്തിക്കൂ എന്ന് പറഞ്ഞു. മഹാദേവനോടും മഹാവിഷ്ണുവിനോടും പറഞ്ഞു, ഞങ്ങൾക്കിനി വേറെ വഴിയൊന്നുമില്ല, ഈ മഹിഷാസുരനെ എങ്ങനെയെങ്കിലും വധിച്ചിട്ട് ഞങ്ങൾക്ക് രക്ഷ നൽകണം, അയാളെ വധിക്കാൻ എന്താ വഴി എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയാണ്. ഇനി വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതം തനിഷമ്യ ദേവാനാം വചാംസി മധുസൂദന ചകാര കോപം ശംഭുജ്ഞ ഭൃഗൂടി കുടിലാനനൗ എന്ന് വെച്ചാല് എന്താണ്, ഇപ്രകാരം ദേവന്മാരുടെ സങ്കടെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മഹാവിഷ്ണുവിനും ഭയങ്കരം ദേഷ്യം വന്നു, മഹാദേവനും ഭയങ്കരം ദേഷ്യം വന്നു. കാരണം വലിയ അതിക്രമമല്ലേ ഈ മഹിഷാസുരൻ ചെയ്യുന്നത്. കോപത്താൽ ആ ഇങ്ങനെ പുരികക്കൊടിയെല്ലാം വളഞ്ഞു വന്നു, ആ മുഖങ്ങളെല്ലാം ഭയങ്കരമായി, മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും മുഖമെല്ലാം മാറി കോപം കൊണ്ട് ജ്വലിക്കാൻ തുടങ്ങി. ദേവന്മാരുടെ നിസ്സഹായ അവസ്ഥയും അവരനുഭവിച്ച ദുരിതവും കേട്ടപ്പോ തഥോദിക്കോപപൂർണസ്യ ചക്രിണോ വദനാത്തഥാ നിശ്ചക്രാമ മഹത്തേജോ ബ്രഹ്മണശങ്കരസ്യ ച എന്ന് വെച്ചാല് വളരെ ദേഷ്യത്തോടു കൂടി ഉണ്ടായിരുന്ന വിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും പരമശിവന്റെയും മുഖങ്ങളിൽ നിന്ന് മഹത്തായ ഒരു തേജസ് ഉത്ഭവിച്ചു. ഭയങ്കര ദേഷ്യമായി മഹാദേവന്റെയും നമ്മുടെ കണ്ടോ തഥോതി കോപപൂർണസ്യ, അതായത് ഭയങ്കരമായ ദേഷ്യത്തോടു കൂടി ഉണ്ടായിരുന്ന ചക്രിണോ വദനാത്തത, വദനം എന്ന് പറഞ്ഞ മുഖം അല്ലെ, ആ മുഖത്ത് നിന്നും മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ബ്രഹ്മദേവന്റെയും ദേഷ്യഭാവത്തിലുള്ള ആ മുഖത്ത് നിന്നും നിശ്ചക്രാമ മഹാതേജോ ബ്രാഹ്മണ ശങ്കരസ്യ ച, വളരെയധികം തേജസ്സോടു കൂടിയുള്ള ഒരു ശക്തി അത് എന്ത് ചെയ്തു, വിനിർഗമിച്ചു, ശക്തി ഉത്ഭവിച്ചു. എന്താണ്, അന്വേഷാം ചൈവദേവാനാം ശക്രാദീനാം ശരീരധ നിർഗതം സുമഹത്തേജ തച്ചൈകം സമഗച്ഛത. എന്നാല് ഇന്ദ്രൻ തുടങ്ങി മറ്റുള്ള ദേവന്മാരുടെ എല്ലാം ശരീരങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ ഒരു പ്രഭയുണ്ടായി. ഈ ത്രിമൂർത്തികളുടെ മുഖത്ത് നിന്ന് വന്നതുപോലെ ഈ ദേവന്മാരുടെയൊക്കെ ശരീരത്തിൽ നിന്നും അതുപോലെ ഒരു പ്രഭ ഉത്ഭവിച്ചു. ആ തേജസ് എല്ലാം കൂടി ഒന്നായി ചേർന്നു. മഹാദേവന്റെയും ബ്രഹ്മദേവന്റെയും മഹാവിഷ്ണുവിന്റെയും മുഖത്ത് നിന്ന് വന്ന തേജസ്സും ദേവന്മാരുടെ ശരീരത്തിൽ നിന്ന് വന്ന പ്രഭയും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നു. സമഗച്ഛത, അതായത് ഒരുമിക്കപ്പെട്ടു. എന്നിട്ടോ അതീവ തേജസാ കൂടം ജ്വലന്തമിവ പർവ്വതം ദദൃശുസ്തേ സുരാസ്ത്രധ ജ്വാലാ വ്യാപ്ത ദിഗന്തരം എന്ന് വെച്ചാല് ജ്വലിക്കുന്ന പർവ്വതം പോലെ, വെട്ടിത്തിളങ്ങുന്ന ജ്വലിക്കുന്ന പർവ്വതം പോലെ ജ്വാല കൊണ്ട് ദിഗന്തം മുഴുവൻ നിറഞ്ഞ ആ തേജപുജ്ഞത്തെ ദേവന്മാർ കണ്ടു എന്നാ പറയുന്നത്. ഈ എല്ലാ എന്താ പറയാ ശക്തിയും കൂടെ ഒരുമിച്ച് ചേർന്ന ആ ജ്വലിക്കുന്ന പ്രഭയെ ദേവന്മാര് കണ്ടു. എന്നിട്ടോ അതുല്യം തത്ര തത്തേജ സർവദേശ ശരീരജം ഏകസ്തം തദഭൂനാരി വ്യാപ്ത ലോകത്രയാം തുഷ. എന്നാല് എല്ലാ ദേവന്മാരുടെയും ശരീരത്തിൽ നിന്നും പുറത്തു വന്ന് ഒരുമിച്ചു കൂടിയ നിസ്തുലമായിരിക്കുന്ന ആ തേജസ് ശോഭയാൽ 3 ലോകങ്ങളും വ്യാപിച്ച ഒരു സ്ത്രീയായി തീർന്നു. ആ തേജസ് ത്രിമൂർത്തികളുടെ മുഖത്ത് നിന്ന് വന്ന പ്രഭയും ദേവന്മാരുടെ ശരീരത്തിൽ നിന്ന് വന്ന പ്രഭയും തേജസ്സും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് 3 ലോകങ്ങളെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ ഒരു സ്ത്രീയായി മാറി. എന്നിട്ടോ യദബുച്ഛാംഭവം തേജസ്തേനായജായത തന്മുഖം യാമ്യേന ചാഭവാൻ കേശബാഹവോ വിഷ്ണു തേജസ എന്ന് വെച്ചാല് പരമശിവന്റെ തേജസ് കൊണ്ട് ആ ദേവിയുടെ മുഖമാണ് ഉണ്ടായത്. മഹാദേവന്റെ തേജസ്സിൽ നിന്നാണ് ആ ദേവിക്ക് മുഖമുണ്ടായത്. യമന്റെ തേജസ് കൊണ്ടാണ് തലമുടി വന്നത് ആ ദേവിക്ക്. വിഷ്ണുവിന്റെ തേജസ് കൊണ്ട് കൈകളുണ്ടായി. എന്നിട്ട് ആ സ്ത്രീ രൂപത്തിനെ വർണ്ണിക്കുകയാണ് കേട്ടോ. മഹാദേവന്റെ തേജസ് കൊണ്ടാണ് മുഖമുണ്ടായത്, യമന്റെ തേജസ് കൊണ്ട് തലമുടി ഉണ്ടായി, വിഷ്ണുവിന്റെ തേജസ് കൊണ്ട് കൈകളുണ്ടായി. സൗമ്യേന സ്തനയോരുമുക്മം മദ്യം ചൈന്ദ്രേണ ചാഭവത് വാരുണേന ച ജങ്കോരു നിദംബത്തേജസാ ഭുവ. ചന്ദ്രന്റെ തേജസ് കൊണ്ട് 2 സ്തനങ്ങളുണ്ടായി ആ സ്ത്രീക്ക്. ഇന്ദ്രന്റെ തേജസ് കൊണ്ട് അരക്കെട്ടുണ്ടായി ആ സ്ത്രീക്ക്. വരുണന്റെ തേജസ് കൊണ്ട് തുടകളുണ്ടായി. കണങ്കാലുകളും ഭൂമിയുടെ തേജസ് കൊണ്ട് നിതംബവും ഉണ്ടായി. അങ്ങനെ
ആ സ്ത്രീ രൂപത്തിന് ഓരോരോ ദേവന്മാരുടെയും ത്രിമൂർത്തികളുടെയും തേജസ് കൊണ്ടുണ്ടായിരിക്കുന്ന അംഗഭാഗങ്ങളെയാണ് നമ്മൾ വർണ്ണിക്കുന്നത്. ബ്രഹ്മണ തേജസ്സാ പദൗ തദം ഗുല്യോർക്ക തേജസാ വസൂനാം ചക്കരാംഗുല്യ കൗബരേണ ജനാസിക. അതായത് ബ്രഹ്മാവിന്റെ തേജസ്സിൽ നിന്നാണ് ആ സ്ത്രീ രൂപത്തിന് പാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സൂര്യന്റെ തേജസ്സിൽ നിന്നാണ് പാദങ്ങൾക്ക് വിരലുകൾ വന്നിരിക്കുന്നത്. വസുക്കളുടേതിൽ നിന്ന് കൈവിരലുകൾ ഉണ്ടായി. കുബേരന്റെ തേജസ്സിൽ നിന്ന് മൂക്കുണ്ടായി ആ സ്ത്രീ രൂപത്തിന്. തസ്യാസ്തുദന്താ സംപൂത പ്രജാപതേന തേജസ നയനത്രിയധയം യജ്ഞേ തഥാ ഭാവക തേജസ. എന്ന് വെച്ചാല് പ്രജാപതികളുടെ തേജസ്സിൽ നിന്ന് ആ സ്ത്രീ രൂപത്തിന് പല്ലുകൾ, ദന്തങ്ങൾ ഉണ്ടായി. അഗ്നിയുടെ തേജസ്സിൽ നിന്ന് ദേവിയുടെ 3 കണ്ണുകൾ ഉണ്ടായി. പാവക തേജസ എന്നാ പറയുന്നത്. അഗ്നിയുടെ തേജസ്സിൽ നിന്ന് കണ്ണുകൾ ഉണ്ടായി. അതുപോലെ ഭൂഭ്രൗജ സന്ധ്യോസ്തേജ ശ്രവണാവനിലസ്യജ അന്വേഷാം ചൈവ ദേവാനാം സംഭവസ്തേജസാം ശിവ. എന്നാല് 2 സന്ധ്യകളുടെ തേജസ് എന്താണ്ടായത്? 2 പുരികക്കൊടികളായി മാറി. വായുവിന്റെ തേജസ് കൊണ്ട് 2 ചെവികൾ ഉണ്ടായി. ഇപ്രകാരം എല്ലാ ദേവന്മാരുടെയും തേജസ് കൊണ്ട് പരിണാമമായിരുന്നു ശിവയായ ആ ദേവി എന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാ ദേവന്മാരുടെയും തേജസ് കൊണ്ടാണ് ആ ദേവി വന്നിരിക്കുന്നത്. അപ്പൊ എത്രമാത്രം ശക്തിയാണെന്ന് നോക്കിക്കേ. ആ ദേവന്മാരുടെയും എന്താ പറയാ ത്രിമൂർത്തികളുടെയും എല്ലാം തേജസ്സിൽ നിന്നാണ് ആ ശക്തി രൂപം കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? തതസമസ്തദേവാനാം തേജോരാശി സമുദ്ഭവാം താം വില്യോഗ്യമുദം പ്രാപുരം മരാ മഹിഷാർദിത. എന്ന് വെച്ചാല് എന്താണ്? ഇപ്രകാരം എല്ലാ ദേവന്മാരുടെയും തേജോരാശിയിൽ നിന്നും ഉത്ഭവിച്ച ആ ദേവിയെ കണ്ടിട്ട് മഹിഷാസുരനാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ദേവന്മാര് വളരെയധികം സന്തോഷിച്ചു. കാരണം എന്താ? തതസമസ്ത ദേവാനാം എല്ലാ ദേവന്മാരും സമസ്ത ദേവന്മാരും തേജോരാശിസ്ഥിത സമുദ്ഭവാം താം വില്യോഗ്യമുദം പ്രാപുരമ്മരാ മഹിഷാർദിത. അവരെല്ലാവരും സന്തോഷിച്ചു. ഇത്രയും മഹത്തായ ഒരു സ്ത്രീ ശരീരത്തെ കണ്ടിട്ട് സമസ്ത ദേവാനാം തേജോരാശി സമുദ്ഭവാം എല്ലാവർക്കും സന്തോഷമായി. എന്താണ്? ഈ സ്ത്രീ രൂപത്തെ കണ്ടപ്പോ, ആ ദേവിയെ കണ്ടപ്പോ. ശൂലം ശൂലാദിനിഷ്കൃഷ്യ ദദൗ തസ്യ പിനാകത ചക്രം ച ദത്തവാൻ കൃഷ്ണ സമുത്പാട്യാസു ചക്രധ. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ദേവന്മാരുടെ എല്ലാവരുടെയും എന്തിൽ നിന്നാണ്? തേജസ്സിൽ നിന്നാണ് ഈ ദേവിയുടെ ഉത്ഭവം. അപ്പോ എത്രമാത്രം ഇപ്പൊ മഹാദേവനെ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഭഗവാന്റെ ശക്തിയെ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. ഇനി മഹാവിഷ്ണുവിന്റെ ശക്തി മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതും വർണ്ണിക്കാൻ പറ്റില്ല. ബ്രഹ്മദേവന്റെ ശക്തി എടുക്കുകയാണെങ്കിൽ അതും വർണ്ണിക്കാൻ പറ്റില്ല. അപ്പോ ഒരിക്കലും ത്രിമൂർത്തികളുടെ ശക്തിയെ കുറിച്ച് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. അപ്പൊ ദേവന്മാരുടെ ശക്തിയെ കുറിച്ചോ തീർത്തും വർണ്ണിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ദേവന്മാരുടെയും ഈ ത്രിമൂർത്തികളുടെയും എല്ലാവരുടെയും ശക്തി അങ്ങോട്ട് ഒന്നായി ചേർന്നിട്ടാണ് ഈ സ്ത്രീ രൂപം ഉടലെടുക്കുന്നത്. അപ്പൊ ആ സ്ത്രീ രൂപത്തിന്, ആ ദേവിക്ക്, ആദി പരാശക്തിക്ക് എത്രമാത്രം ശക്തി ഉണ്ടെന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. അതവിടെ പറയുന്നത്. ശൂലം ശൂലാദിനിഷ്കൃഷ്യ ദദൗ തസ്യ പിനാകദൃക് ചക്രം ച ദത്തവാൻ കൃഷ്ണ സമുത്പാട്യാസു ചക്രധ. അതായത് പിനാകധാരിയായിരിക്കുന്ന മഹാദേവൻ തന്റെ ശൂലത്തിൽ നിന്ന്, മഹാദേവൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ശൂലത്തിൽ നിന്ന് ഒരു ശൂലം അങ്ങോട്ട് ആകർഷിച്ചെടുക്കാണ്. ഭഗവാന്റെ ശൂലത്തിൽ നിന്ന് അതുപോലെ ഒരു ശൂലവും കൂടി മഹാദേവൻ ഉണ്ടാക്കിയിട്ട് ദേവിക്ക് അങ്ങോട്ട് നൽകുകയാണ് മഹാദേവൻ. ത്രിമൂർത്തികളിൽ നിന്നും സകല ദേവന്മാരിൽ നിന്നുമാണ് ഭഗവതി ഉത്ഭവിക്കുന്നത്. എന്നിട്ട് ഈ ത്രിമൂർത്തികളുടെയും എല്ലാ ദേവന്മാരുടെയും ശക്തിയോടുകൂടി ആ ഉത്ഭവിച്ച ദേവിക്ക് മഹാദേവൻ അദ്ദേഹത്തിന്റെ ശൂലത്തിൽ നിന്ന് ഒരു ശൂലം ദേവിക്ക് കൊടുക്കാണ്. വിഷ്ണു എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ സുദർശന ചക്രത്തിൽ നിന്ന് അതുപോലൊരു സുദർശന ചക്രം സൃഷ്ടിച്ചിട്ട് വിഷ്ണു നേരെ ആ സുദർശന ചക്രം ദേവിക്ക് കൊടുത്തു. ശംഖം ച വരുണശക്തിം ദദൗ തസ്യ ഹുദാശന മാരുതോ ദത്തവാം ചാബാം ബാണപൂർണേ തദേശ്രുതി. എന്ന് വെച്ചാല് വരുണൻ എന്ത് ചെയ്തു? ഒരു ശംഖ് എടുത്തിട്ട് ദേവിക്ക് കൊടുത്തു. അഗ്നി എന്ത് ചെയ്തു? വേലായുധം എടുത്തിട്ട് ദേവിക്ക് നൽകി. വായു ഭഗവാൻ എന്ത് ചെയ്ത്? ഒരു വില്ലെടുത്ത് നൽകി. ബാണങ്ങൾ നിറഞ്ഞ 2 ആവനാഴികളും ദേവിക്ക് നൽകി.
വജ്രമിന്ദ്ര സമുത്പാഠ്യ കുലിശാധാമപരാധിത ദദൗ തസ്യ സഹസ്രോക്ഷ ഗണ്ഡാമൈരാവതാ ജഗദാത്ത എന്ന് വെച്ചാല് ദേവാധിപനും സഹസ്രാക്ഷനുമായിരിക്കുന്ന ദേവേന്ദ്രൻ, ദേവന്മാരുടെ എല്ലാവരുടെയും ഹെഡായിരിക്കുന്ന എന്താ പറയാ അധിപതിയായിരിക്കുന്ന ദേവേന്ദ്രൻ എന്ത് ചെയ്തു? സ്വന്തം വജ്രായുധത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വജ്രായുധത്തിൽ നിന്ന് ഒരു വജ്രവും ഐരാവതം എന്ന ഗജത്തിൽ നിന്ന് ഒരു മണിയും ആകർഷിച്ചെടുത്തിട്ട് ദേവിക്ക് കൊടുക്കുകയാണ് ദേവേന്ദ്രൻ. അങ്ങനെ ഈ 33 കോടി ദേവഗണങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച ആ ദേവിക്ക് ഇവരെല്ലാവരും ചേർന്ന് ആയുധങ്ങൾ നൽകുകയാണ്. കാലദണ്ഡാദ്യമോദണ്ഡം പാശം ചാമ്പുപതിർദദൗ പ്രജാപതി ക്ഷമാമാലാം ദദൗ ബ്രഹ്മാകമണ്ഡലും. അതായത് യമൻ എന്തു ചെയ്തു? അദ്ദേഹത്തിന്റെ കാലദണ്ഡിൽ നിന്ന്, യമദേവനെ അറിയാലോ, യമദേവന്റെ കാലദണ്ഡിൽ നിന്ന് ഒരു ദണ്ഡാണ് ദേവിക്ക് നൽകുന്നത്. വരുണൻ എന്ത് ചെയ്ത്? വരുണ പാശം എടുത്ത് ദേവിക്ക് നൽകി. പ്രജാപതിയായിരിക്കുന്ന ബ്രഹ്മദേവനോ അക്ഷമാലയും കമണ്ഡലവും എടുത്തിട്ട് ദേവിക്ക് നൽകി. സമസ്ത രോമകൂപേഷു നിജ രശ്മിൻ ദിവാകര കാലശ്ച ദത്തവാൻ ഗഡ്ഗം തസ്യ ചർമ്മ ച നിർമ്മലം. സൂര്യദേവൻ എന്ത് ചെയ്തു? ദേവിയുടെ എല്ലാ രോമകൂപങ്ങളിലും, ഭഗവതിയുടെ ആ ശരീരത്തിൽ എല്ലാ രോമകൂപങ്ങളിലും സൂര്യദേവൻ സൂര്യരശ്മികളെ കൊടുത്തു. അപ്പൊ എന്തായി? ദേവി ഇങ്ങനെ വെട്ടിത്തിളങ്ങും. നമ്മുടെ ദേവിയുടെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലും ഇങ്ങനെ സൂര്യരശ്മികൾ പതിക്കുമ്പോ ആ രശ്മിയുടെ ചൈതന്യം കൊണ്ട് ദേവി ഇങ്ങനെ സ്വർണ്ണത്തിളക്കമായിട്ട് വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കും. കാലൻ എന്ത് ചെയ്തു? ദേവിക്ക് വാളും ഒരു പരിചയും നൽകി. നിർമ്മലമായ ഒരു പരിചയും ഒരു വാളും ദേവിക്ക് നൽകി. ക്ഷീരോദക്ഷമാലം ഹാരമജരേ ച ദന്താംബരേ ചൂടാമണിം തഥാ ദിവ്യം കുണ്ടലേ കടകാനി ച അർദ്ധചന്ദ്രം തഥാ ശുഭ്രം കേയുരാൻ സർവബാഹുഷു നൂപുരൗ വിമലോ തദോദ്ഗ്രൈവേയകമനുത്തമം അങ്കുലീയ രത്നാനാനി സമസ്താ സ്വങ്കലീഷു ച വിശ്വകർമാ ദദൗ തസ്യ പരശും ചാതി നിർമ്മലം അസ്ത്രാണ്യാനേകരൂപാണി തഥാ ഭേദ്യം ച നംശനം അമ്ലാന പങ്കജാമാലാം ശിരസ്സുസരീ ചാബരാം അതദ്വാജലാദി നസ്തസ്യേ പങ്കജം ചാതിശോഭനം ഹിമവാൻ വാഹനം സിംഹരത്നാനി വിവിദ്ധാനി ച എന്ന് വെച്ചാല് പാൽക്കടൽ മനോഹരമായ ഒരു ഹാരം നൽകുകയാണ്. പാൽക്കടൽ എന്ത് ചെയ്തു? ആ സമുദ്രം, പാൽക്കടൽ എന്ന് പറയുന്ന ആ സമുദ്രം ദേവിക്ക് നല്ല ഒരു മാലയാണ് കൊടുക്കുന്നത്, ഹാരമാണ് കൊടുക്കുന്നത് പാൽക്കടല്. ക്ഷീരോദ്ധമാക്ഷമലം, അതായത് ക്ഷീരം എന്ന് പറഞ്ഞ പാല്, ആ പാൽക്കടല് ഹാരമജരേ ച തദാംബരേ ഹാരം നൽകുകയാണ്. ആ ഹാരം ഒരിക്കലും ചീത്തയാവില്ല, ആ മാല ചീത്തയാവില്ല. ജീർണിക്കാത്ത 2 വസ്ത്രങ്ങൾ, ഒരിക്കലും ചീത്തയാവാത്ത 2 വസ്ത്രങ്ങളും ദിവ്യമായിരിക്കുന്ന ഒരു ചൂടാമണിയും അതുപോലെ 2 കുണ്ടലങ്ങളും വളകളും അർദ്ധചന്ദ്രാകൃതിയിലുള്ള ആഭരണങ്ങൾ. നമ്മൾ പറയില്ലേ, അമ്പിളിമാമനെ കണ്ടിട്ടില്ലേ നിങ്ങൾ എല്ലാവരും? അർദ്ധചന്ദ്രാകൃതിയില്, ചന്ദ്രന്റെ രൂപത്തിലുള്ള അർദ്ധചന്ദ്രാകൃതിയിലുള്ള ആഭരണങ്ങളും എല്ലാ കൈകളിലും അണിയുവാൻ കേയൂരങ്ങളും തിളങ്ങുന്ന കാൽ ചിലമ്പുകളും കാലില് പാദസരങ്ങളും കഴുത്തിലണിയാൻ അതുല്യമായിരിക്കുന്ന, ഒരിക്കലും വിവരിക്കാനാവാത്ത മനോഹരമായിരിക്കുന്ന ആഭരണങ്ങളും എല്ലാ വിരലുകളിലും ദേവിക്ക് അണിയാൻ വേണ്ടി രത്നം പതിച്ച മോതിരങ്ങളുമെല്ലാം ഭഗവതിക്ക് നൽകുകയാണ്. വിശ്വകർമാവ് വളരെ നിർമ്മലമായിരിക്കുന്ന ഒരു വെൺമഴുവാണ് ദേവിക്ക് കൊടുക്കുന്നത്. അതില് അതുപോലെ തന്നെ പല തരത്തിലുള്ള അസ്ത്രങ്ങളും ഒരു കവചവും ദേവിക്ക് നൽകി. സമുദ്രം എന്താ ചെയ്യുന്നത്? വാടാത്ത താമര കൊണ്ടുള്ള മാല തലയിൽ ധരിക്കാനും മറ്റൊന്ന് മാറിൽ ചാർത്താനും സമുദ്രം എന്താ ചെയ്യുന്നത്? ഭഗവതിക്ക് നല്ല വാടാത്ത താമര ഒന്ന് തലയിൽ ധരിക്കാനും ഒന്ന് എന്താ ചെയ്യുന്നത്? കഴുത്തിൽ ധരിക്കാനും അതിമനോഹരമായിരിക്കുന്ന ഒരു ചെന്താമരപ്പൂവ് ഭഗവതിക്ക് കയ്യിൽ പിടിക്കാനുമായിട്ട് കൊടുക്കാണ്. പിന്നെയോ ഹിമവാൻ എന്തു ചെയ്തു? ഹിമാലയം, ഹിമവാൻ നേരെ ദേവിക്ക് വാഹനമായിട്ട് ഒരു സിംഹത്തെയാണ് കൊടുക്കുന്നത്. ഓർത്ത് വെക്കുക, ദേവിയുടെ ആ ദുർഗാ ഭഗവതിയുടെ സിംഹം എന്ന് പറയുന്നത് ഹിമവാൻ കൊടുത്തതാണ് ഭഗവതിക്ക്. ഇങ്ങനെ പല തരത്തിലുള്ള രത്നങ്ങളെയും എല്ലാം ദേവിക്ക് നൽകിയിരിക്കുകയാണ്. അങ്ങനെ പരിപൂർണമായ ഒരു രൂപത്തോടു കൂടി ദേവി അവതരിക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി എന്താ പറയുന്നത്? ദദാവശൂന്യം സുരയാ പാനപാത്രം ധനാധിപ ശേഷജ്ഞ സർവനാകേശോ മഹാമണി വിഭൂഷിതം നാഗഹാരം ദദൗ തസ്യേ ദത്തേയ പ്രീതി വിമാമിവാം അനദ്യബി സുരർദേവി ഭൂഷാണരായുധൈസ്തഥാ എന്ന് വെച്ചാല്
കുബേരൻ മദ്യം ഒരിക്കലും തീരാത്ത ഒരു പാനപാത്രമാണ് കുബേരൻ കൊടുക്കുന്നത്. ആ പാനപാത്രത്തിൽ ഒരിക്കലും മദ്യം തീരില്ല. അങ്ങനെ ഒരു പാനപാത്രം ദേവിക്ക് നൽകി. പൃഥ്വിയെ വഹിച്ചുകൊണ്ടിരിക്കുന്ന നാഗാധിപനായിരിക്കുന്ന ശേഷൻ, പൃഥ്വി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി, ലോകം, ആ ലോകത്തെ താങ്ങി നിർത്തുന്നത് ആരാണ്? ആ ആദിശേഷനാണ് അല്ലെ. ആ ആദിശേഷൻ നാഗാധിപനായിരിക്കുന്ന, എല്ലാ നാഗങ്ങൾക്കും അധിപനായിരിക്കുന്ന, അധികാരിയായിരിക്കുന്ന ആദിശേഷനാണ് ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നത്. ആ ആദിശേഷൻ പല വിധത്തിൽ രത്നങ്ങൾ പതിച്ച ഒരു നാഗഹാരം കഴുത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ദേവിക്ക് ഒരു ഹാരമാണ് നൽകുന്നത്. ഒരുപാട് രത്നം പതിച്ചിട്ടുള്ള ഒരു ഹാരം നൽകി. മറ്റുള്ള ദേവന്മാരും എന്ത് ചെയ്തു? ആഭരണങ്ങളും ആയുധങ്ങളും എല്ലാം അമ്മയ്ക്ക് ഇങ്ങനെ സമ്മാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സമ്മാനിധ നാനേതേച്ചോ സാട്ടഹാസം മുഹുർമുഹു തസ്യാ നാഥേന ഘോരേണ കൃഷ്ണാമപൂരിതം നഭ. സമ്മാനിധയായ ദേവി, ഇത്രയെല്ലാം സമ്മാനങ്ങൾ ലഭിച്ച ആ ദേവി അട്ടഹാസത്തോടുകൂടി പല പ്രാവശ്യം ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയാണ്. മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ബ്രഹ്മദേവന്റെയും മുഖത്തു നിന്ന് ഉത്ഭവിച്ച ചൈതന്യവും 33 ദേവാദിദേവന്മാരുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ ചൈതന്യവും എല്ലാം ചേർന്ന് ത്രിലോകങ്ങളെയും അമ്പരിപ്പിക്കുന്ന ഒരു സ്ത്രീ രൂപമായി മാറി. ആ സ്ത്രീ രൂപത്തിന് ദേവാദിദേവന്മാരെല്ലാവരും ചേർന്നിട്ട് പല വിധത്തിലുള്ള ആയുധങ്ങളും ആഭരണങ്ങളും നൽകിയതോടുകൂടി ദേവി സമ്മാനങ്ങളെല്ലാം സ്വീകരിച്ച് എന്താ ചെയ്യുന്നത്? പല പ്രാവശ്യം ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. ദേവിയുടെ ആ ഘോരമായിരിക്കുന്ന ശബ്ദം കൊണ്ട് ആകാശം മുഴുവൻ നിറഞ്ഞ്, പ്രകമ്പനം കൊണ്ടു ആകാശവും ഭൂമിയെല്ലാം പ്രകമ്പനം കൊണ്ടു അമ്മയുടെ ശബ്ദം കൊണ്ട്. അമായതാതിമഹതാ പ്രതിശബ്ദോ മഹാനഭോ ചുക്ഷുഭൂ സകലാലോക സമുദ്രാചകംബിരേ എന്നാ പറയുന്നത്. മഹത്തായ ആ ശബ്ദത്തിന് അതിമഹത്തായ പ്രതിധ്വനി ഉണ്ടായി. നമ്മൾ പറയില്ലേ എക്കോ വന്നു എന്ന് പറയില്ലേ? ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ ആ ശബ്ദം ഒരു ഒഴിഞ്ഞ റൂമിൽ കയറി നമ്മൾ സംസാരിച്ചാൽ ആ ശബ്ദം തിരിച്ച് നമുക്ക് തന്നെ കേൾക്കാം അല്ലേ? അതിനെയാണ് പ്രകമ്പനം എന്ന് പറയുന്നത്. അപ്പോ എക്കോ എന്ന് പറയും. അപ്പൊ ദേവിയുടെ ആ ശബ്ദത്തിന് തിരിച്ച് അതിശക്തമായ പ്രകമ്പനം ഉണ്ടായി. ആ ശബ്ദം, ആ ദേവിയുടെ മഹാമായയുടെ ശബ്ദം കേട്ടിട്ട് എല്ലാ ലോകങ്ങളും എല്ലാ സമുദ്രങ്ങളും ഇളകി മറിയാൻ തുടങ്ങി. ചജാലവസുധ ചേലു സകലാഞ്ച മഹീധര ജയേതി ദേവശ്ച മുദാ താമുജു സിംഹവാഹിനീം എന്ന് വെച്ചാല് ഭൂമിയും എല്ലാ പർവ്വതങ്ങളും വിറയ്ക്കാൻ തുടങ്ങി ദേവിയുടെ ശബ്ദം കേട്ടിട്ട്. അപ്പോ ദേവന്മാരെല്ലാവരും സിംഹത്തിന്റെ മുകളിൽ ഇരിക്കുന്ന സിംഹവാഹിനിയായിരിക്കുന്ന ആ ദേവിക്ക് ജയഘോഷം മുഴക്കി എന്നാ പറയണത്. ഭഗവതിയുടെ ആ ഒരു രൂപവും ആ അട്ടഹാസവും ആ ഭംഗിയും എല്ലാം കണ്ടപ്പോ ദേവന്മാരെല്ലാവരും കൂടെ ജയഘോഷം മുഴക്കാണ്. കാരണം എന്താ? ഈ മഹിഷാസുരൻ എന്ന് പറയുന്ന അസുരൻ ദേവന്മാരെ എല്ലാം തോൽപ്പിച്ചിട്ട് ഇന്ദ്രനെ എല്ലാം പുറത്താക്കിയിട്ട് ആ ഒരു ദേവേന്ദ്രന്മാരുടെ എല്ലാ അധികാരങ്ങളും ദേവന്മാരുടെ എല്ലാ അധികാരങ്ങളും കൈയടക്കി ആ സ്വർഗലോകം മുതൽ എല്ലാം അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് മഹിഷാസുരൻ. ആ മഹിഷാസുരനെ കൊല്ലാനാണ് ഈ ദേവി ഉത്ഭവിക്കുന്നത്. അപ്പോ ദേവന്മാർക്ക് സന്തോഷമായി ഭഗവതി വന്നപ്പോ. അവര് ജയഘോഷം നടത്താൻ തുടങ്ങി. തുഷ്ടുവുർ മുന യജ്ഞാനാം ഭക്തി നമ്രാർത്ഥമൂർത്തയെ. എല്ലാ മുനിഗണങ്ങളും എല്ലാ സന്യാസിമാരും മുനിഗണങ്ങളും ഭക്തി കൊണ്ട് വണങ്ങിയ ആ ശരീരത്തോടുകൂടി അവരിങ്ങനെ ദേവിയുടെ മുമ്പിൽ ഭക്തിയോടുകൂടി കുനിഞ്ഞു നിൽക്കാണ്. ആ കുനിഞ്ഞു നിന്നുകൊണ്ട് അവരെന്ത് ചെയ്തു? അമ്മയെ സ്തുതിക്കാൻ തുടങ്ങി. മുനിഗണങ്ങളെല്ലാം തന്നെ അമ്മയെ സ്തുതിക്കാൻ തുടങ്ങി. ദൃഷ്ടാ സമസ്തം സംക്ഷുബ്ധം ത്രൈലോക്യമമരാരയ സന്നദ്ധാഖിലൈ സൈന്യാസ്തേ സമുത്ത സുരുധായുധ എന്ന് വെച്ചാല് ത്രൈലോക്യം മുഴുവൻ, അതായത് 3 ലോകങ്ങൾ മുഴുവൻ ഇളകി മറിയുന്നത് കണ്ടപ്പോ ഈ ദേവിയുടെ അട്ടഹാസം കൊണ്ട് 3 ലോകങ്ങളും ഇളകി മറിയാൻ തുടങ്ങി. ആ അട്ടഹാസം കൊണ്ട് ഈ ലോകങ്ങളെല്ലാം ഇളകി മറിയുന്നത് കണ്ടപ്പോ അസുരന്മാരെന്തു ചെയ്തു? സൈന്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തു. അസുരന്മാര് സൈന്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ആയുധങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചിട്ട് ആ ശബ്ദത്തിനോട് യുദ്ധം ചെയ്യാൻ റെഡിയായി നിൽക്കണം. അവർക്ക് മനസ്സിലായി എന്തോ സംഭവം നടക്കുന്നുണ്ട് എന്ന്. അപ്പൊ അവര് നേരെ സജ്ജമാവുകയാണ് അസുരന്മാരെല്ലാവരും കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കിമേതദിതി ക്രോധാഭ്യാസ്യ മഹിഷാസുര അഭ്യതാവതാതം ശബ്ദശേഷൈരസുരൈർവൃഥ. എന്താണിത് എന്ന കോപത്തിൽ വിളിച്ചുകൊണ്ട് മഹിഷാസുരൻ എല്ലാ അസുരന്മാരാലെയും പരിവൃതനായി
ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടി. മഹിഷാസുരൻ നോക്കുമ്പോ ഭയങ്കര ശബ്ദം കേൾക്കാണ്. ഇതെന്താ ഈ ശബ്ദം, എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ, ആ ശബ്ദം എവിടുന്നാ വന്നത്, ആ ദിക്കിലേക്ക് പോകൂന്നും പറഞ്ഞുകൊണ്ട് ഈ അസുരന്മാരോട് എല്ലാവരോടും ആയുധം എടുക്കാൻ പറഞ്ഞു. അവര് കരുതി ദേവന്മാർ ഇവരോട് യുദ്ധം ചെയ്യാൻ വരികയാണെന്ന്. പക്ഷെ മഹിഷാസുരൻ ആയുധങ്ങളോട് കൂടി ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് അസുരന്മാരെയും ചേർത്തുകൊണ്ട് പോകാൻ റെഡിയായി. ദിക്കിലേക്ക് ഓടി മഹിഷാസുരനും അസുരന്മാരും ചേർന്നിട്ട്. സദർശ തതോ ദേവീം വ്യാപ്ത്ര ലോകാത്രയാം തുഷാ പാദാ ക്രന്ധ്യാനഭുവം കിരീടോ ഗിലതാംബരാം ശോഭിതാശേഷ പാതാളാം ധനുർജാനിസ്വനേന താം ദിശോ ഭുജസഹസ്രേണ സമന്താത് വ്യാപസംസ്ഥിതാം. എന്നാല് സ്വന്തം ശോഭയാൽ 3 ലോകം വ്യാപിച്ചിരിക്കുകയാണ് ഭഗവതി, അല്ലെ? അമ്മയുടെ ശോഭ കൊണ്ട് തന്നെ 3 ലോകങ്ങളിലും അമ്മ വ്യാപിച്ച് നിറഞ്ഞിരിക്കുകയാണ്. പാദം കൊണ്ട് ഭൂമിയെ അമർത്തി ചവിട്ടിയവളും ആകാശചുംബിയായ കിരീടത്തോട് കൂടിയവളും വില്ലിന്റെ ഞാൻ ശബ്ദം കൊണ്ട് പാതാളം മുഴക്കെ ഇളക്കി മറിച്ചവളും ഭുജസഹസ്രം കൊണ്ട് ദിക്കുകളെല്ലാം വ്യാപിച്ചവളുമായ ആ ദേവിയെ മഹിഷാസുരൻ കാണുകയാണ്. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടിച്ചെന്നപ്പോ അവിടെ എന്താ ഉണ്ടായത്? ദേവിയുടെ ചൈതന്യം 3 ലോകങ്ങളെയും ഇങ്ങനെ തിളങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ചൈതന്യം കൊണ്ട്. എന്നിട്ട് ഭൂമിയെ അമ്മ ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുകയാണ് ഭൂമിയെ, അല്ലെ? ആകാശചുംബി, അതായത് അമ്മയുടെ കിരീടം ആകാശത്തോളം വലിപ്പമുണ്ടെന്നാ പറയുന്നത്. വില്ലിന്റെ ഞാൻ ശബ്ദം കൊണ്ട്, അമ്മയുടെ കയ്യിലുള്ള വില്ലിന്റെ ഞാൻ വലിച്ചപ്പോ പാതാളം മുഴുവൻ ഇളകാൻ തുടങ്ങി ആ ശബ്ദം കൊണ്ട്. ഭുജസഹസ്രം കൊണ്ട് ദിക്കുകളെല്ലാം വ്യാപിച്ച്, അമ്മയുടെ കൈകൾ ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കാണ്, നിറഞ്ഞു നിൽക്കാണ്. ആ അത്രയും ഭീമാകാരമായിരിക്കുന്ന രൂപത്തോടു കൂടിയ ഭഗവതിയെ ആര് കണ്ടു? മഹിഷാസുരൻ കണ്ടു. തതപ്രവവൃതേ യുദ്ധം തയാ ദേവ്യോ സുരദ്വിഷാം ശസ്ത്രാസ്ത്രൈർബഹുധാ മുക്തരാധീ ദീപിത ദിഗന്ധരം എന്ന് വെച്ചാല് അങ്ങനെ ദേവിയും അസുരന്മാരും തമ്മില് ഭയങ്കരമായ യുദ്ധം തുടങ്ങി. ഈ അസുരന്മാര് ഒരു മൂഢന്മാരാണ്, വിഡ്ഢികളാണ്. അല്ലെങ്കിൽ ഈ ദേവിയോട് യുദ്ധത്തിന് പോകും അവര്. നേരെ എന്ത് ചെയ്തു? അസുരന്മാര് ദേവിയോട് യുദ്ധം തുടങ്ങി. ആ യുദ്ധം ദിക്കുകളെല്ലാം 4 ദിക്കുകളെയും ഭയങ്കരമായ ശബ്ദത്തോടു കൂടി ഇവര് യുദ്ധം ചെയ്യാണ് ദേവിയോട്. മഹിഷാസുര സേനാനിചക്ഷുരഗ്യോ മഹാസുര യുധേ ചാമരച്ചാന്യച്ച തുരംഗബലാന്നിധ എന്ന് വെച്ചാല് മഹിഷാസുരന്റെ സേനാനിയായിരിക്കുന്ന ചിക്ഷുരൻ എന്നു പേരുള്ള ഒരു മഹാ അസുരനുണ്ട്. മഹിഷാസുരന്റെ സൈന്യങ്ങളുടെ ഒരു നേതാവാണ് ആര്? ചിക്ഷുരൻ എന്ന് പറയുന്നത്. ആ ചിക്ഷുരാസുരനും ചതുരംഗ സേനയോടുകൂടി മറ്റു അസുരന്മാരോടും ചാമരനും ചേർന്ന് യുദ്ധം ചെയ്യാണ് ദേവിയോട്. ഇവരെല്ലാരും ചേർന്നിട്ട് ഒന്നായിട്ട് അമ്മയോട് യുദ്ധം ചെയ്യാണ്. രഥാനാമ യുധേ ഷഡ്ബി ഉദഗ്രാഹ്യോ മഹാസുര അയുധ്യാധാ യുദ്ധാനാം ച സഹസ്രേണ മഹാഹനു എന്ന് വെച്ചാല് 6 ആയുധം, അതായത് 6 ആയുധം എന്ന് പറഞ്ഞാൽ ഏകദേശം 60,000. മനസ്സിലായില്ലേ? ആ 60,000 രഥങ്ങളുമായിട്ട് ഉദഗ്രൻ എന്ന് പറയുന്ന ഒരു മഹാ അസുരനുണ്ട്. ആ അസുരന്റെ പേരാണ് ഉദഗ്രൻ. 60,000 രഥങ്ങളുമായിട്ട് ഈ പറയുന്ന ഉദഗ്രനും 1000 ആയുധം എന്ന് പറഞ്ഞാൽ 1 കോടി രഥങ്ങളുമായിട്ട് മഹാഹനു എന്ന് പറയുന്ന ഒരു അസുരനും കൂടെ വന്നിട്ട് ദേവിയോട് യുദ്ധം ചെയ്യാണ്. 60,000 രഥങ്ങളുമായിട്ട് ഉദഗ്രൻ എന്ന് പറയുന്ന അസുരനും 1 കോടി രഥങ്ങളുമായിട്ട് മഹാഹനു എന്ന് പറയുന്ന അസുരനും വന്നിട്ട് ദേവിയോട് യുദ്ധം തുടങ്ങി. 50 ബിബിഞ്ചാനിയുധൈരസ്സിലോമാ മഹാസുര അയുതാനാം ശതേഷഡ്ബിർ ബാഷ്കലോലു യുദ്ധേരണേ. അതായത് അസിലോമ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്. അസിലോമ എന്ന് പറയുന്ന ഒരു അസുരൻ. ആ അസുരൻ എന്ത് ചെയ്ത് 5 കോടി പടയോടുകൂടി വന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ബാഷ്കലൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്. അയാള് 60 ലക്ഷം പടയും കൂട്ടി വന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ എത്ര പേര്, എത്ര രഥങ്ങള്! അമ്മ ഒറ്റയ്ക്ക് അമ്മയോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വരുന്നത് 1 കോടിയും 60,000 അങ്ങനെയുള്ള അസുരന്മാരെയും ചേർത്തിട്ടും അത്രയും രഥങ്ങളോടും കൂടിയാ വരുന്നത്. അപ്പൊ ഇവരെ കയ്യിലെല്ലാം അത്രത്തോളം ആയുധങ്ങളും ഉണ്ടാവും. ഇതെല്ലാം ചേർന്നിട്ടാണ് അമ്മയോട് ഇവര് യുദ്ധം ചെയ്യുന്നത്. ഗജവാജി സഹസ്രൗഘൈരനേഖൈ പരിവാരിത വൃതോരഥാനാം കോട്യോ ചയുദ്ധേ തസ്മിനൈ യുദ്ധത. അതായത് പരിവാരിതൻ എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്. ആ അസുരൻ അനേകായിരം, ഒരുപാട് ആനകളെയും കുതിരകളെയും ഒക്കെ കൊണ്ടുവന്ന് 1 കോടി രഥത്തെയും കൂട്ടി വന്നിട്ടാണ് യുദ്ധം വെട്ടുന്നത് അമ്മയോട്. ബിണ്ടാലാഗ്യോ യുധാനാം ച 50 രഥായുധേ യുധേ സംയുഗേ തത്ര രഥാനാം പരിവാരിത.
അതായത് ബിഡാലൻ എന്ന് പറയുന്ന അസുരൻ 500 കോടി രഥങ്ങളുമായിട്ടാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അന്യേച തത്രായുധശോ രഥനാഗ്രൈഹൈർവധ യുധാ സംയുഗേ ദേവ്യോ സഹ തത്ര മഹാസുര. വേറെയും ഒരുപാട് അസുരന്മാര് 10,000-കണക്കിന് രഥം, ആന, കുതിര എല്ലാം കൊണ്ടുവന്ന് അമ്മയോട് യുദ്ധം ചെയ്യാണ്. പിന്നെയോ കോടി കോടി സഹസ്രൈസ്തുരധാനാം ദന്തിനാം തഥാ ഹയാനാം വൃതോ യുദ്ധേ തത്രാഭൂമഹിഷാസുര. അതായത് മഹിഷാസുരൻ എന്ത് ചെയ്തു? അനേകം കോടി രഥങ്ങളും ആനകളും കുതിരകളും ഒക്കെ ആയിട്ട് ഈ യുദ്ധഭൂമിയിൽ മഹിഷാസുരനും നിൽക്കുന്നുണ്ട്. അയാളുടെ കൂടെയുള്ള ബാക്കി അസുരന്മാരാണ് കോടിക്കണക്കിന് രഥങ്ങളെയും ആയുധങ്ങളെയും കൊണ്ട് യുദ്ധം ചെയ്യുന്നത്. ഇയാൾ മാറി നിന്ന് ഈ യുദ്ധഭൂമിയിൽ നിൽക്കുകയാണ് ഈ മഹിഷാസുരൻ. തോമൈരൈർബിന്ദിപാലശ്ചൈ ശക്തിബിർ മുസലൈസ്തദാ യുയിദോ സംയുഗേ ദേവ്യോ ഗഡ്ഗേ പരശുപട്ടിഷേ. അതായത് അസുരന്മാര് തോമരം, കവണ, വേല്, ഇരുമ്പുലക്ക, വാള്, മഴു, പട്ടിഷം ഇങ്ങനെയുള്ള ആയുധങ്ങൾ കയ്യിൽ പിടിച്ചിട്ടാണ് അസുരന്മാര് ദേവിയോട് യുദ്ധം ചെയ്യുന്നത്. കേജിച്ച ശിക്ഷുഭുക്ഷക്തി കേജിത് പാശാംസ്തഥാ പരേ ദേവീം ഗഡ്ഗ പ്രഹരാരയസ്തുതേ താം ഹന്തും പ്രവചക്രമു. അതായത് ചില അസുരന്മാര് വേലൊക്കെ എടുത്തെറിഞ്ഞിട്ട് പല പാശൊക്കെ ഉപയോഗിച്ചിട്ട് മറ്റ് അസുരന്മാര് വാളുകൊണ്ട് വെട്ടിയിട്ടൊക്കെയാണ് ദേവിയെ കൊല്ലാൻ ശ്രമിക്കുന്നത്. പല രീതിയിൽ അമ്മയെ കൊല്ലാൻ ഇവര് ശ്രമം നടത്തുകയാണ്. സാഭി ദേവി തസ്താനി ശസ്ത്രാണ്യസ്ത്രാണി ചണ്ഡിക ലീലൈവാ പ്രജിച്ചേധ നിജ ശസ്ത്രാസ്ത്രവർഷിണി. ദേവിയെ അസുരന്മാര് ദേവിക്ക് നേരയച്ച എല്ലാ ആയുധങ്ങളെയും ശസ്ത്രങ്ങളെയും എല്ലാം ദേവി എന്ത് ചെയ്തു? ഒരു ചെറിയ പൂ മുറിച്ചു കളയുന്നത് പോലെ അമ്മയുടെ ആയുധങ്ങൾ കൊണ്ട് മുറിച്ചു കളഞ്ഞു. ഇവര് ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ അമ്മയ്ക്ക് നേരെ എറിയും. പക്ഷെ അമ്മ എന്ത് ചെയ്യും? ഒരു പൂ എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് നമ്മൾ താഴെ ഇടുന്നത് പോലെ അമ്മയ്ക്ക് അതാണ് ഒരു ലീലയാണ്. അതൊക്കെ ഒരു ലീല പോലെ, ഒരു കളി പോലെ അമ്മ അതെല്ലാം മുറിച്ച് താഴെ ഇടാൻ തുടങ്ങി. അനായസ്തനനാദേവി സ്തൂയമാനാ സുരർഭിഷി മുമോജാ സുരദേഹേഷു ശസ്ത്രാണി ചേശ്വരി. അതായത് ദേവന്മാരാലും ഋഷിമാരാലും സ്തുതിക്കപ്പെട്ട ദേവിയുടെ മുഖത്തിന് ഒട്ടും വാട്ടമില്ല. ദേവന്മാരും അമ്മയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, ഋഷിമാരും അമ്മയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ മുഖത്തിന് ഒരു വാട്ടവും സംഭവിക്കുന്നില്ല. ഇത്രയും യുദ്ധം ചെയ്തിട്ടും അസുരന്മാരുടെ നേരെ അമ്മ മഴ പോലെയാണ് എന്ത് വർഷിക്കുന്നത്? അമ്മയുടെ ആ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ഈ കണ്ട കോടി അസുരന്മാരുടെ നേരെ അമ്മ മഴ പോലെ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സോഭീകൃദ്ധോ ദുദസഡോ ദേവ്യോ വാഹന കേസരി ചചാരസുര സൈന്യേഷു വനേഷു ഹുദാശന. ദേവിയുടെ വാഹനമായിരിക്കുന്ന സിംഹം എന്ത് ചെയ്ത്? ദേഷ്യം കൊണ്ട് സിംഹത്തിന്റെ സടകൾ അങ്ങോട്ട് കുടഞ്ഞു. അമ്മയെ നേരെ ഇത്രയും ദുരിതം കാണിക്കുമ്പോ, ദ്രോഹം കാണിക്കുമ്പോ അമ്മ ഇരിക്കുന്ന വാഹനമായിരിക്കുന്ന സിംഹത്തിന് ദേഷ്യം വന്നു. സിംഹം എന്ത് ചെയ്തു? സട അങ്ങോട്ട് കുടഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് ഒരു തീ വരുന്നത് പോലെ അസുര സൈന്യത്തിന്റെ ഇടയിലേക്ക് ഈ സിംഹം അങ്ങ് ചാടിക്കേറി. കാട്ടുതീ വരുമ്പോ അങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് സ്പ്രെഡ് ആവും അല്ലെ, പടർന്നു പോവും. അതേപോലെ ഈ സിംഹം സട കുടഞ്ഞിട്ട് അസുരന്മാരുടെ ഇടയിലേക്ക് അങ്ങ് ചാടി അങ്ങ് സഞ്ചരിച്ച് എല്ലായിടത്തും അങ്ങ് ചാടിക്കേറി. നിശ്വാസാൻ മുമുചേയാംശ യുദ്ധാമാനാരണാംബികേ ത ഏവ സദ്യ സംഭൂത ഗണാശത സഹസ്രശ. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ദേവിയുടെ നിശ്വസിച്ച ശ്വാസത്തിൽ നിന്ന്, അതായത് ദേവി ഇങ്ങനെ ശ്വാസം വിടുമല്ലോ, നമ്മൾ ശ്വസിക്കുമല്ലോ, ശ്വസിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസമില്ലേ, അതേപോലെ ദേവി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ദേവിയുടെ മൂക്കിൽ നിന്ന് വായിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ശ്വാസത്തിൽ നിന്ന് എന്താ വന്നത്? സംപൂതാഗണാദ ശത സഹസ്രശ എന്നാ പറയുന്നത്. അതായത് ആയിരക്കണക്കിന് ഭൂതഗണങ്ങൾ വന്നു. ദേവിയുടെ ആ ശ്വാസത്തിൽ നിന്ന് ആയിരക്കണക്കിന് ഭൂതങ്ങൾ ഉടലെടുത്തു, ഉദ്ഭവിച്ചു. യുദസ്തേ പരശുബിർബിന്ദി പാലാസി പട്ടിഷേ നാശയന്തോ സുരാഗണാൻ ദേവി ശക്തിയുപബ്രംഹൃത. ആ ഭൂതഗണങ്ങളും ദേവിയുടെ പ്രഭ കൊണ്ട് കൂടുതൽ ബലവാന്മാരായി. ദേവിയുടെ ആ ചൈതന്യം കൊണ്ട് ആ ഭൂതഗണങ്ങൾക്കും ഭയങ്കരം ശക്തി ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ആ ഭൂതഗണങ്ങള് അസുരന്മാരോട് കൂടി ചേർന്നിട്ട് കോടാലി, കവണ, വാള്, പട്ടിഷം എന്നീ ആയുധങ്ങൾ എടുത്തിട്ട് ഈ ഭൂതഗണങ്ങൾ അസുരന്മാരെയും യുദ്ധം ചെയ്യാൻ തുടങ്ങി. ദേവിയും ഈ ഭൂതഗണങ്ങളും ചേർന്ന് ഇവരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ആ അസുരന്മാരെ എല്ലാം ഈ ഭൂതഗണങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവതയന്ത പടഹാൻ ഗണാശാങ്കാസ്തദാ പരേ മൃദാംഗശ്ചാ തദൈവാന്യേ തസ്മിൻ യുദ്ധമഹോത്സവേ. ആ യുദ്ധ മഹോത്സവത്തിൽ, നമ്മൾ ആ യുദ്ധത്തെ പറയുന്നത് ഒരു ഉത്സവമാണെന്നാ പറയുന്നത്.
ആ യുദ്ധത്തിന്റെ മഹോത്സവത്തില് ഭൂതഗണങ്ങൾ എന്ത് ചെയ്തു? ഭേരി കൊട്ടിക്കൊണ്ട്, ചില ഭൂതഗണങ്ങൾ ഇങ്ങനെ ഡിം 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 എന്നിങ്ങനെ കൊട്ടുമല്ലോ, അതേപോലെ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മള് ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ശീവേലി നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാള് ബാക്കിൽ ഇങ്ങനെ ടിം 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരെണ്ണം കൊട്ടിക്കൊണ്ട് പോണാണ്ടില്ലേ, അത് ഭൂതഗണങ്ങൾ കൊട്ടുന്നതാണ്. ഓരോ എന്താ പറയാ കാര്യങ്ങൾക്കും അതിൻ്റെതായ അർത്ഥമുണ്ട്. അപ്പം ആ ഒരു സ്മരണ അല്ലെങ്കിൽ ദേവിയുടെ അമ്മയുടെ ഭൂതഗണങ്ങൾക്ക് ഭേരി കൊട്ടിക്കൊണ്ട്, മറ്റു ചിലരൊക്കെ ശംഖ് മുഴക്കിക്കൊണ്ട്, ചിലരൊക്കെ മൃദംഗം വായിക്കുകയും ചെയ്തു. നമ്മുടെ ഈ ഭൂതഗണങ്ങളെല്ലാം ചേർന്നിട്ട് പലതര വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. തതോ ദേവി ത്രിശൂലേന ഗതയാ ശക്തി വൃഷ്ടിബി ഗഡ്ഗാദിബിശതശോ നിജഗാനാ മഹാസുരാൻ എന്ന് വെച്ചാല് ദേവി ത്രിശൂലേന ഗതയാ എന്ന് വെച്ചാൽ ദേവി ത്രിശൂലം കൊണ്ടും ഗത കൊണ്ടും വേലുകളുടെ വർഷം കൊണ്ടും വാളുകൊണ്ടും 100 കണക്കിന് അസുരന്മാരെയാണ് അമ്മ കൊന്നൊടുക്കുന്നത്. അമ്മ ത്രിശൂലം കൊണ്ട്, വാളുകൊണ്ട്, ഗത കൊണ്ടൊക്കെ ഒരുപാട് അസുരന്മാരെ അങ്ങ് കൊന്നൊടുക്കുകയാണ്. എന്നിട്ടോ പാതയാമാസ ചൈവന്യാൻ ഗണ്ഡാസ്വനാ വിമോഹിതാൻ അസുരാൻ ഭുവിഭാഷേന ബദ്വാ ചാനിനാകർഷയത്. എന്നാല് ചിലരെ മണിയുടെ ഗണ്ഡനാദം കൊണ്ട്, അമ്മയുടെ കയ്യിൽ ആ മണിയുടെ ശബ്ദം കൊണ്ട് മോഹിപ്പിച്ചു അമ്മ. നമുക്ക് ആ മണിയുടെ ശബ്ദം ഇങ്ങനെ ടിങ് 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 നടിക്കുമ്പോൾ നമ്മൾ അമ്പലത്തില് ഈ തൊഴാനൊക്കെ നിൽക്കുമ്പോൾ ആ നിശബ്ദമായി വരുന്ന ആ ഒരു സമയത്തില് ഓരോ മണിയടിക്കുമ്പോൾ ഒരു വല്ലാത്ത അനുഭൂതി ഉണ്ടാവും അല്ലെ. എല്ലാവരും നിശബ്ദമായി ഒരൊച്ചയില്ലാതെ തൊഴാൻ നിൽക്കുമ്പോൾ ടിം ടിം എന്ന് പറഞ്ഞ് വരുന്ന ആ മണി നമുക്ക് ഒരുപാട് ഒരു സന്തോഷം തരും, ഒരു മോഹം തരും. അതുപോലെ അമ്മയുടെ കയ്യിലിരിക്കുന്ന ആ ഗണ്ഡനാദം കൊണ്ട്, മണി കൊണ്ട് അസുരന്മാരെ മോഹിപ്പിച്ച് ചിലരെയൊക്കെ അമ്മ ഇങ്ങനെ വരുണപാശം വെച്ച് ഇങ്ങനെ വലിച്ചഴച്ച് കെട്ടി വലിച്ച് അമ്മ കൊണ്ടുവന്നു. എന്നിട്ടോ കേചിദ്വിതാ കൃതാ സ്ത്രീക്ഷണേ ഗഡ്ഗപാദൈസ്തദാ പരേ വിപോതിതാ നിപാതേന ഗതയാ ഭൂവിശേരതേ. അതായത് ചിലരെയൊക്കെ അമ്മയുടെ കയ്യിലുള്ള മൂർച്ചയുള്ള വാളുകൊണ്ട് 2ആയിട്ട് അമ്മ അങ്ങ് വെട്ടി മുറിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. കോടാനുകോടി അസുരന്മാർക്ക് നടുവില് അമ്മ യുദ്ധം ചെയ്ത് മുടിയെല്ലാം പറപ്പിച്ച് അമ്മ ഇങ്ങനെ ഒരു കൈയിലോണ്ട് ഇങ്ങനെ, അമ്മയ്ക്ക് കുറെ കൈകളുണ്ട്, അപ്പൊ ഒരു കൈ കൊണ്ട് അമ്മ ഇങ്ങനെ അസുരന്മാരെ ഇങ്ങനെ വലിച്ചഴച്ച് കൊണ്ടുവരാണ് അസുരന്മാരുടെ ഇടയിലൂടെ. അമ്മയുടെ താഴെയാണ് ഈ അസുരന്മാരുള്ളത്, ഹൈറ്റിനും താഴെയാണ്. ബാക്കി അസുരന്മാരെ എല്ലാം അമ്മ ഇങ്ങനെ മണി കൊണ്ട് മുട്ടിയപ്പോൾ അവർ ഈ മണി ഇങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ മോഹിച്ചു. പിന്നെ ബാക്കി അസുരന്മാരെ എല്ലാം അമ്മ വാളുകൊണ്ട് ഇങ്ങനെ കുത്തി 2ആയിട്ട് മുറിച്ചു കളഞ്ഞു. മറ്റു ചിലരെയൊക്കെ അമ്മ ഗത വെച്ച് അടിച്ചിട്ട് അമ്മ നിലത്തിട്ട് കളഞ്ഞു ഈ അസുരന്മാരെ എല്ലാം. എന്നിട്ടോ വേമുശ്ച കേജിദ്രുതിരം മുസലേന ദൃശം ഹദാ കേജിന്യപതിധാ ഭൂമൗ ഭിന്നാ ശൂലേന വക്ഷസി. ചിലരെയൊക്കെ അമ്മ ഇരുമ്പുലൊക്കെ കൊണ്ട് അടിച്ചിട്ട് രക്തം ഛർദിപ്പിച്ചു അസുരന്മാരെ. മറ്റു ചിലരുടെ ഒക്കെ അവരുടെ നെഞ്ചിലമ്മ ശൂലം തറച്ചിട്ട് ഭൂമിയിൽ അവർ വീണുപോയി. അമ്മയുടെ കയ്യിലുള്ള ശൂലെടുത്തിട്ട് അസുരന്മാരുടെ നെഞ്ചിൽ അങ്ങോട്ട് തറച്ചു കൊടുത്തു. അവര് ചോരെ ഛർദിച്ച് ചോര പുറത്തു വന്ന് അവര് തറയിൽ വീണു. നിരാകൃതാശരോഗ്യേണ കൃത്വാ കേചിദ്രണാശിരേ സേനാനുകാരിണ പ്രാണമുച്ചു സ്ത്രീ ദശാർദ്ധന. യുദ്ധഭൂമിയിലെ ചില സേനാനായകന്മാരായ അസുരന്മാര്, ആ സൈന്യങ്ങൾക്കെല്ലാം സേനാനായകന്മാരുണ്ടാവും. അങ്ങനെയുള്ള അസുരന്മാരുടെ ശരീരം മുഴുവൻ അമ്പുകൊണ്ട് അവരുടെ ശരീരത്തിന്റെ ഷേപ്പേ മാറിപ്പോയി, ആകൃതിയെ മാറിപ്പോയി. അമ്പുകൊണ്ട് അമ്മ അവരെ അമ്പുകൊണ്ട് യുദ്ധം ചെയ്തിട്ട് അവരുടെ ശരീരത്തിന്റെ ആകൃതിയെല്ലാം നഷ്ടപ്പെട്ടിട്ട് അവരുടെ ജീവൻ പോയി എന്നാ പറയുന്നത്. കേശാഞ്ചിത് ബാഹവച്ചിന്ന ഗ്രീവാസ്തഥാ പരേ ശിരാംസി പേതുരന്യേഷാമന്യേ മധേ വിചാരിതേ. അതായത് ചിലരുടെ കൈകളൊക്കെ മുറിഞ്ഞുപോയി അസുരന്മാരുടെ, ചിലരുടെ കഴുത്തൊക്കെ ശരീരത്തിൽ നിന്ന് കട്ടായിപ്പോയി, മുറിഞ്ഞുപോയി. ചിലരുടെ തലയൊക്കെ താഴെ വീണ്, ശരീരം വേറെ തല വേറെ, ചിലരൊക്കെ 2ആയിട്ട് ഇങ്ങനെ കീറിപ്പോയി അമ്മ യുദ്ധം ചെയ്തിട്ട്. വിചിന്ന ജംഗാസ്തപരേ പേരുർവ്യാം മഹാസുര ഏകഭാക്ഷക്ഷിചരണ കേജി ദേവ്യാ ദ്വിതാകൃത. അതായത് ചിലരുടെ കണങ്കാല്, അതായത് കാലിന്റെ പാദം മുറിഞ്ഞിട്ട് കാലിങ്ങനെ തൂങ്ങിപ്പോയി, അവരെ താഴേക്ക് വീണുപോയി അവര്. ചിലരുടെ ഒരു കണ്ണ്, ഒരു കൈ, ഒരു കാല് ഇതൊന്നും ഇല്ലാണ്ട് 2ആയിട്ട് മുറിഞ്ഞുപോയി അസുരന്മാര്. ചിന്നേബി ചാന്യേ ശിരസി പതിത പുനരുദ്ധിത കബന്ത യുയുർദേവ്യോ ഗൃഹീത പരമായുധ. അതായത് വേറെ ചിലരൊക്കെ തല താഴെ വീണിട്ടും, തല കഷ്ണായിട്ട് മുറിഞ്ഞ് താഴെ വീണിട്ടും വീണ്ടും എഴുന്നേറ്റ് നിന്ന് തലയില്ലാതെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. എന്നിട്ടോ ആയുധങ്ങളെല്ലാം ധരിച്ചുകൊണ്ട്
കബന്ധരൂപികളോടായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ തലയില്ല ശരീരത്തിൽ, എന്നാലും അവര് പാതി ജീവനും വെച്ചിട്ട് അമ്മയോട് ആയുധങ്ങളോട് കൂടി യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കാണ്. നന്ദ്രശ്ചുപരേ തത്ര യുദ്ധേ തൂര്യാലയാശ്രിത കബന്ധാ ചിന്നശിരസ ഗഡ്ഗശക്തുഷ്ടിപാണയ. ആ യുദ്ധത്തില് ചില അസുരന്മാരുടെ വാദ്യങ്ങൾ, ആ അസുരന്മാരുടെ വാദ്യങ്ങളില് താളക്രമത്തില് അസുരന്മാരെന്ത് ചെയ്തു, നല്ല രീതിയിൽ ഡാൻസ് ആടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ തലയറ്റുപോയ കബന്ധങ്ങൾ, വാള്, വേല്, ഇരുതലവാല് ഇതൊക്കെ വെച്ചിട്ട് അവർ പടവെട്ടുകയാണ് അസുരന്മാര്. ചിലരൊക്കെ ഈ യുദ്ധത്തിന്റെ താളത്തിൽ ഇങ്ങനെ നൃത്തം ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ കയ്യും കാലും തലയും കണ്ണും നാക്കും മൂക്കും ചെവിയും ഒക്കെ പോയി. എന്നിട്ടും ചിലർ യുദ്ധം വെട്ടുന്നു. വല്ലാത്തൊരവസ്ഥയാണ് അവിടെ നടക്കുന്നത്. തിഷ്ട തിഷ്ടേതി ഭാഷന്തോ ദേവി മന്യേ മഹാസുര. ചില അസുരന്മാര് ദേവിയോട് പറഞ്ഞു, നിക്കടി അവിടെ, നിക്കടി അവിടെ, നില്ല് നില്ല് എന്നും പറഞ്ഞുകൊണ്ട് ദേവിയുടെ പിന്നാലെ ഓടുകയാണ് ചില അസുരന്മാര്. പതിതേ രഥാനാഗൈശ്വര്യ സുരശ്ചേ വസുന്ധര അഗാമ്യസാ ബബ്ബത്ര യത്രാ ഭൂത്സമഹാരണ. വീണ് കിടക്കുന്ന രഥം, കുറെ ആന വീണ് കിടക്കണ, കുതിരകള്, അസുരന്മാര്, ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ് യുദ്ധഭൂമി. ആകെ മൊത്തം ആന കിടക്കുന്നു, കുതിര കിടക്കുന്നു, രഥങ്ങൾ കിടക്കുന്നു, അസുരന്മാര് കിടക്കുന്നു. ആ യുദ്ധക്കളം എന്താ പറയുന്നത്, വല്ലാത്തൊരു ഭൂമിയായിട്ട് കിടക്കുകയാണ്. അത്രയും കോടിക്കണക്കിന് അസുരന്മാരും ആനകളും രഥങ്ങളും എല്ലാം കിടക്കുകയാണ് തറയിൽ. എന്നിട്ടോ ശോണിതൗക മഹാനദ്യ സദ്യസ്ത്ര വിസുശ്രുവോ മധ്യേ ചാസുര സൈന്യസ്യ വാരണാസുര വാജിനാം. അസുര സൈന്യത്തിന്റെ നടുക്ക് പെട്ടെന്ന് തന്നെ അസുരന്മാരുടെയും ആനകളുടെയും കുതിരകളുടെയും ഒക്കെ ശരീരത്തിൽ നിന്ന് വന്ന ആ രക്തം കൊണ്ട് ഒരു നദി പോലെ രക്തപ്പുഴ ഒഴുകാൻ തുടങ്ങി. ഇത്രയും അസുരന്മാരും ആനയും കുതിരയും ഒക്കെ ചത്തു കിടക്കുന്നത് കാരണം അവരുടെ ശരീരത്തിൽ നിന്ന് വന്ന ആ രക്തം കൊണ്ട് അവിടെ ഒരു രക്തപ്പുഴ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ക്ഷണേന തന്മഹാസൈന്യമസാരുണാം തദാംബിക നിന്നേ ക്ഷയം യഥാ വഹിനിസ്ത്രണാദാരു മഹാജയം. ദേവി അസുരന്മാരുടെ ആ മഹാസൈന്യത്തെ എന്താ പറയാ, കാട്ടിൻ്റെ ഉള്ളില് തീ എന്നതുപോലെ ഒരു നിമിഷം കൊണ്ട് അമ്മ അസുര സൈന്യത്തെ മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞു. അടിച്ചും കുത്തിയും തലയും കാലും മൂക്കും നാക്കും ചെവിയും എല്ലാം എടുത്ത് തീർത്ത് അമ്മ ഒരു നിമിഷം കൊണ്ട് തീ എങ്ങനെയാണോ കാടിനെ വിഴുങ്ങുന്നത് അതേപോലെ അമ്മ നശിപ്പിച്ചു കളഞ്ഞു. സച്ചസിംഹോ മഹാനാദ മിസൃജൻ ദൂതകേസര ശരീരോഭ്യോ മരാരീണാമസുനിവ വിജിന്നതി. ദേവിയുടെ വാഹനമായിരിക്കുന്ന സിംഹം എന്താ ചെയ്തത്, ഗർജിച്ചുകൊണ്ട്, ശബ്ദത്തോടുകൂടി ഗർജിച്ചുകൊണ്ട്, സടകളെല്ലാം ആ സിംഹം കുടഞ്ഞുകൊണ്ട് അസുരന്മാരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ ജീവൻ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഇനി ഏവനെങ്കിലും ചാവാതെ കിടക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് സിംഹം ഇങ്ങനെ സട കുലുക്കിക്കൊണ്ട് എന്താ ചെയ്യുന്നത്, നേരെ അസുരന്മാരുടെ കൂട്ടത്തിൽ അന്വേഷിക്കുകയാണ്, ഇനി ഏവനെങ്കിലും ഉണ്ടോ എന്നുള്ള ഭാവത്തില്. ദേവ്യോ ഗണശ്ച തദൈസ്ത്ര കൃതം യുദ്ധം തദാസുരേ യഥാശാം തുഷ്ടുപുർദേവോ പുഷ്പവൃഷ്ടി മുജോദിവി. അതായത് ദേവന്മാര്, ഈ ദേവി ഇത്രയും അസുരന്മാരെ കൊന്നത് കണ്ടപ്പോ ദേവന്മാർക്ക് സന്തോഷം കൊണ്ട് ദേവിയെ സ്തുതിച്ച് സ്തുതിച്ച് പുഷ്പവൃഷ്ടി ചെയ്തു. പുഷ്പങ്ങളെല്ലാം അമ്മയുടെ മേലെ ഇട്ടിട്ട് ദേവിയുടെ ഗണങ്ങളും ആ അസുരന്മാരോട് യുദ്ധം ചെയ്തു. ഭൂതഗണങ്ങളും യുദ്ധം ചെയ്തു, ഈ സിംഹ യുദ്ധം ചെയ്തു. ഭയങ്കരമായിട്ട് ദേവന്മാർക്ക് സന്തോഷം വന്നു. അവര് പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് അമ്മയെ സ്തുതിക്കാൻ തുടങ്ങി. ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ ദ്വിതീയ. ഇതാണ് 2-ാം അധ്യായം. അപ്പോൾ ദേവി മഹാത്മ്യത്തിലെ 2-ാം അധ്യായവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കേണ്ടത് 3-ാം അധ്യായമാണ്. അത് എന്നത്തെയും പോലെ നാളെ എടുക്കാമെന്ന് പറയുന്നു. അമ്മ അനുവദിച്ചാൽ നാളെ 3-ാം അധ്യായം നമ്മൾ എടുക്കും. ഏത് ഗ്രന്ഥമാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും മാതാജിക്ക് എന്താ ഡെയിലി ക്ലാസ് എടുത്താലെന്ന്. മാതാജിക്ക് ഇവിടെ ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഭഗവതിയുടെയും ഭഗവാന്റെയും കൃപാകടാക്ഷം വേണം അല്ലേ. നമ്മളൊന്ന് തീരുമാനിക്കും, ഈശ്വരൻ മറ്റൊന്ന് നിശ്ചയിക്കും. അപ്പോൾ ഭഗവതിയുടെയും ആ ഭഗവാന്റെയും കാരുണ്യം കൊണ്ട് നമുക്ക് നാളെ മറ്റ് അസൗകര്യങ്ങളൊന്നും ഇല്ലാണ്ട്, വേറെ തിരക്കൊന്നും ഇല്ലാതെ നാളെ തന്നെ നമുക്ക് 3-ാമത്തെ അധ്യായം പഠിക്കാൻ അമ്മ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ദേവി മഹാത്മ്യം പഠിക്കുന്നതിന് മുൻപേ ആദ്യം കവചം പഠിക്കുക. കവചം ഞാൻ ചൊല്ലിയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. അത് കഴിയുമ്പോൾ അപരാധ ക്ഷമാപണ മന്ത്രമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അർത്ഥം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തരാം.
എങ്കിലും നമ്മൾ അമ്മയോട് അപരാധ ക്ഷമാപണ മന്ത്രം ചൊല്ലുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്തെങ്കിലും തരത്തിൽ നമ്മൾ പറഞ്ഞു പോയ ഏതെങ്കിലും വാക്കിൽ, ദേവി മഹാത്മ്യം എന്നൊരാളെ കൊണ്ടും കൃത്യമായിട്ട് ചൊല്ലാൻ കഴിയില്ല, എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കും. ഇനി തെറ്റുകൾ സംഭവിക്കാതെ ചൊല്ലാൻ സാധിച്ചാൽ അത് അമ്മയുടെ അനുഗ്രഹം. മനസ്സിലായില്ലേ? അപ്പൊ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പറഞ്ഞതിലോ അല്ലെങ്കിൽ നമ്മൾ വായിച്ചതിലോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയോട് നമ്മൾ അപരാധ ക്ഷമാപണ മന്ത്രം ചൊല്ലണം. അപരാധ സഹസ്രാണി ക്ലേന്ദേ ഹർനിശം മയാദാസോ യമതിമാം മത്വാ ക്ഷമസ്യ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി യത് പൂജിതം മയാ ദേവി പരിപൂർണം തദസ്തതു. അപരാധ ശതം കൃത്വാ ജഗദംപേതി ചോച്ചരേ യാം ഗതിം സമസ്തവാപ്നോത്തി നാതാം ബ്രഹ്മാദയാസുര. സാപരാധോസ്മി ശരണം പ്രാപ്തസ്ത്വാം ജഗദംബികേ ഇദാനിമനുകമ്പോഹം യത്വേച്ഛസി തദാ കുരു. കാമേശ്വരി ജഗത്മാതാ സച്ചിദാനന്ദ വിഗ്രഹേ ഗൃഹാണാർച്ചാമി മാം പ്രീത്യാ പ്രസീദ പരമേശ്വരി. ഗുഹ്യാദി ഗുഹ്യാ ഗോപ്ത്രീത്വം ഗൃഹാണസ്മത്കൃതം ജപം സിദ്ധിർഭവതു മേ ദേവി ത്വത്പ്രസാദാത് സുരേശ്വരി. നമ്മൾ പഠിച്ചതിലും വായിച്ചതിലും ഇനി മന്ത്രഹീനം ക്രിയാഹീനം, നമ്മൾ പൂജ ചെയ്തതിലും മന്ത്രത്തിലും ക്രിയാഹീനത്തിലും ഭക്തിയിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ആദിപരാശക്തിയായിരിക്കുന്ന അമ്മ നമുക്ക് പുറത്ത് മാപ്പ് തരട്ടെ. ഒരു മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ആ അമ്മയുടെ മടിയിലാണ് ആദ്യം നമ്മൾ എത്തിപ്പെടുക, അല്ലെ? നമുക്ക് എല്ലാവർക്കും അമ്മമാരുണ്ട്. അമ്മ ക്ഷമിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഈ ലോകത്ത് ആരും ക്ഷമിക്കാനില്ല. അമ്മയാണ് ഏറ്റവും വലിയ ശക്തി. അപ്പോ ആ അമ്മ നമ്മളോട് ക്ഷമിക്കില്ല എന്ന് വെച്ചാൽ ഈ ലോകത്ത് ആരും ക്ഷമിക്കാനില്ല. അപ്പോൾ ആ ആദിപരാശക്തിയായ അമ്മയ്ക്ക് നമ്മൾ എല്ലാവരും മക്കളാണ്. നമ്മൾ എന്ത് തെറ്റ് ചെയ്തു പോയാലും അറിഞ്ഞു ചെയ്യാൻ പാടില്ല, അമ്മ ശിക്ഷിക്കും. അറിയാതെ നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ അമ്മയുടെ മടിത്തട്ടിൽ പോയി ഒരു കുഞ്ഞ് എങ്ങനെയാണോ അഭയം പറയുന്നത്, അപ്പൊ അമ്മ എന്താ പറയാ? ഇപ്പൊ എന്റെ മോനൊരു തെറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എന്താ പറയാ? പോട്ടെ, നീ വിഷമിക്കേണ്ട, ഇവിടെ അമ്മയുണ്ട് എന്ന് പറയും, അല്ലെ? ഞാനൊരു തെറ്റ് ചെയ്ത് എൻ്റെ അമ്മയുടെ അടുത്ത് പോയാൽ എൻ്റെ അമ്മ എന്താ പറയാ? സാരില്ല, പോട്ടെ, വന്നത് വന്ന്, ഇനി ബാക്കി നമുക്ക് പിന്നെ നോക്കാം, നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയും. അപ്പൊ അതേപോലെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ജീവിതത്തിലോ കഴിഞ്ഞു പോയ കൊടാനുകോടി ജന്മങ്ങളിലോ എന്ത് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ആ അമ്മയുടെ മടിത്തട്ടിൽ ചെന്നിട്ട് സമസ്താപരാധങ്ങൾ പറയുകയാണെങ്കിൽ ആ അമ്മ ഒരിക്കലും നമ്മളെ കൈവിടില്ല. ആ അമ്മ നമ്മളെ ചേർത്ത് പിടിക്കും. അതാണ് ഒരു മാതൃസ്നേഹം എന്ന് പറയുന്നത്. ആ മാതാവാണ് ഈ ആദിപരാശക്തി. ഈ ആദിപരാശക്തി എന്ന് പറയാനുള്ള കാരണം എന്താ? ഭഗവതി വന്നിരിക്കുന്നത് സകല ദേവന്മാരിൽ നിന്നുമാണ്. അപ്പൊ അതേ കവച്ചു വെക്കാൻ, ആ അമ്മയെ കവച്ചു വെക്കാൻ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ആ ആദിപരാശക്തിയുടെ തൃപ്പാദങ്ങളിൽ നമ്മള് അപരാധ ക്ഷമാപണ മന്ത്രം വെച്ചു. എന്തിനാണ്? നമ്മൾ പറഞ്ഞതിലോ കേട്ടതിലോ മനസ്സിലാക്കിയതിലോ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ആദിപരാശക്തിയായ ജഗദംബിക മക്കളായ നമ്മൾക്ക് മാപ്പ് നൽകിക്കൊണ്ട് നേരായ വഴി കാണിച്ച് ശാന്തിയും സമാധാനവും നൽകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 3-ാമത്തെ അധ്യായം നാളത്തെ ക്ലാസ്സിൽ എടുക്കാം. എല്ലാവരും ദേവി മഹാത്മ്യം കേൾക്കുക, വായിക്കുക. ദേവി മഹാത്മ്യം ബുക്ക് ആവശ്യമുള്ളവര് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടുക, നമ്മൾ ഓൺലൈൻ സ്റ്റോർ വഴി അയച്ചു തരും. ദിവസവും വായിക്കാൻ സാധിച്ചില്ല എന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കവചമെങ്കിലും വായിച്ചു പോവുക. ഓക്കെ, മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷ്യൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യൂ കേട്ടോ, മാക്സിമം ഷെയർ ചെയ്യൂ. എങ്കിലേ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റൂ.